ആദ്യമായി ഗണന നടത്തുന്നതിന് വേണ്ടി KNM മർക്കസ് ദഅവ വിഭാഗത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. നാടുനകളെ സമ്പാദം നടത്തിക്കളയാമെന്ന് വളരെ അഹങ്കാരത്തോടു കൂടി ഇറങ്ങുന്ന ഒരു ടീമിൽ നിന്ന് അത് ഇത്രയേ ഉള്ളൂ എന്ന് തുടക്കത്തിൽ തന്നെ ബോധ്യപ്പെടുത്തി തന്നതിനുള്ള നന്ദി ആദ്യം അറിയിക്കുകയാണ്. ഈ ചർച്ചയിൽ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം ഇൻഷാ അല്ലാഹ് അത് ഈ സംവാദം അവസാനിപ്പിക്കുമ്പോഴൊക്കെ പൂർണ്ണമായി നിങ്ങളെ കൊണ്ട് വായിപ്പിക്കും. ഞാൻ അത് പൂർണ്ണമായി നിങ്ങൾ തന്നെ വായിക്കണം. നിങ്ങൾ വായിച്ചു വെച്ചിരിക്കുന്ന വാചകത്തിൻ്റെ താഴെ ഉള്ളത് ഞാനൊന്ന് വായിച്ചാൽ, തുടക്കത്തിൽ വായിച്ചല്ലോ. ഇവിടെ ആദർശ വ്യതിയാനമായി കണ്ടത് തെളിവ് അംഗീകരിക്കുകയും എന്നാൽ വസ്തുത നിഷേധിക്കുകയും ചെയ്യുന്നതിനെയാണ്. അതവിടെ അവസാനിക്കുന്നില്ല, ബാക്കിയുടെ കേൾക്കണം. പ്രബന്ധങ്ങളിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങളിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വ്യതിയാനമായി പരിഗണിക്കപ്പെടേണ്ടവയല്ല. അവ അബദ്ധങ്ങളോ ഗവേഷണാത്മകമായ വീക്ഷണ വ്യത്യാസങ്ങളോ അറിവുകേടോ തിരുത്തപ്പെട്ടുപോയ അഭിപ്രായങ്ങളോ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കപ്പെട്ടവയോ ആണ്. എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ ഖുർആൻ അകാരണമായി നോമ്പ് ഉപേക്ഷിക്കുന്നവൻ കാഫിറാണ് എന്നീ പരാമർശങ്ങൾ അബദ്ധങ്ങളാണ്. ന്യായീകരിക്കുകയാണെങ്കിൽ വ്യതിയാനമായി കണക്കാക്കേണ്ടി വരും. ഇപ്പം ഇവിടെ ആദർശ വ്യതിയാനമായി പ്രബന്ധങ്ങളിലൂടെ ഇവർ അവതരിപ്പിച്ചിരിക്കുന്ന പല വിഷയങ്ങളും അതിനെക്കുറിച്ച് ജംഇയ്യത്തുൽ ഉലമയുടെ ഈ രേഖയിൽ യൂണിറ്റുകൾക്ക് അയച്ചു കൊടുത്ത രേഖയാണത്. തപ്പിത്തറിഞ്ഞ് വായിക്കേണ്ട കാര്യമില്ല, അയച്ചതാ. അതിൽ കൃത്യമായി പറഞ്ഞത് എന്താ സംഗതി? പ്രബന്ധങ്ങളിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങളിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വ്യതിയാനമായി പരിഗണിക്കപ്പെടേണ്ടവയല്ല. അവ അബദ്ധങ്ങളോ ഗവേഷണാത്മകമായ വീക്ഷണ വ്യത്യാസങ്ങളോ അറിവുകേടോ തിരുത്തപ്പെട്ടു പോയ അഭിപ്രായങ്ങളോ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുക്കപ്പെട്ടവയോ ആണ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ ആമുഖത്ത് പറഞ്ഞത്. പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന ഓരോ വിഷയങ്ങളും അപ്പുറത്തുള്ളവ പോലും ഞങ്ങൾക്ക് നേരെ ആദർശ വ്യതിയാനമായി ആരോപിച്ചുകൊണ്ടാണ് 1999 മുതൽ 2002 വരെ നിങ്ങൾ തിമർത്താടിയത്. അന്ന് അബ്ദുറഹ്മാൻ സലഫിയുടെ വലതുഭാഗത്ത് സക്കരിയാണെങ്കിൽ ഇടതുഭാഗത്ത് സുബൈർ മങ്കട, വലതുഭാഗത്ത് സുബൈർ മങ്കടയാണെങ്കിൽ ഇടതുഭാഗത്ത് സക്കരിയ സുലായി. അതേ സുബൈർ മങ്കടയാണ് ഒട്ടും വൈകാതെ സംഘടന തന്നെ തിന്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗം വിട്ടു പോകുന്നത്. സക്കരിയ സുലായിക്ക് അത് മനസ്സിലാവാൻ 8-10 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുതന്ത്രത്തിൽ ജനിച്ച് കുതന്ത്രത്തിൽ വളർന്ന് കുതന്ത്രത്തിൽ മരിക്കാനിരിക്കുന്നവനാകുന്നു ഈ മഹാനെന്ന്. ഈ കുതന്ത്രം 90കളിൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കത് ഇപ്പോഴേ മനസ്സിലാവും. നിങ്ങൾ ഈ വിഷയത്തിൽ കുട്ടികളാ, ഇനിയും പഠിച്ചു വരാനുണ്ട്. കാര്യങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോകണം. കുറച്ച് ബാക്കിൽ നിന്ന് പഠിച്ചിങ്ങനെ കൊണ്ടുപോവാ, അപ്പോൾ കാര്യങ്ങൾ തിരിയും. പിന്നെ ഇവിടെ ഞങ്ങൾ വാദം എഴുതുമ്പോൾ ഞങ്ങളെ വാദമാണ് ഞാനിവിടെ സമർത്ഥിച്ചത്. ഇയാൾ എന്ത് ചെയ്തു? അവരുടെ വാദം ആദ്യം വായിച്ചു കേൾപ്പിച്ചു. എന്നിട്ട് ഇതല്ല ഇവിടെ സംസാരിച്ചത്. നിങ്ങളെ വാദം നിങ്ങളെ സമർത്ഥിക്കണം, ഞാനല്ലല്ലോ. ഞങ്ങൾ എഴുതിയിരിക്കുന്ന വാദം 2002 പിളർപ്പിന് കാരണമായി ഞങ്ങൾക്ക് നേരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആദർശ വ്യതിയാന ആരോപണങ്ങൾ ബ്രാക്കറ്റ് കൊടുത്തു. ജംഇയ്യത്തുൽ ഉലമയിൽ അവതരിപ്പിച്ചതും അത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കെട്ടിച്ചമച്ചുണ്ടാക്കിയിരിക്കുന്ന വ്യതിയാന ആരോപണങ്ങളാണെന്ന് നിങ്ങൾക്ക് സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയില്ല. നിങ്ങൾ തെളിയിച്ചോ? ഞാനിവിടെ ഉന്നയിച്ചിരിക്കുന്ന ഏതെങ്കിലും വിഷയം സത്യമാണെന്ന് തെളിയിച്ചോ? നിങ്ങൾ തൗഹീദ് വ്യതിയാനം ഞാൻ ചോദിച്ചു, അതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ നിരത്തി. നിങ്ങൾ പ്രതികരിച്ചോ? മിണ്ടിയോ? അരമണിക്കൂർ കൊണ്ട് കിതാബ് കുറെ വായിച്ചു നോക്കിയല്ലോ, പക്ഷെ നിങ്ങൾ ഈ വിഷയത്തിൽ മിണ്ടിയോ? എന്താണ് അക്ബർ എഴുതിയിരിക്കുന്ന ആ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ നിലപാട്? പറഞ്ഞില്ല. അതുപോലെ തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞു, സിഫാത്തുകളെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ അതിലൂടെ കുഫറും ശിർക്കും ഒക്കെ ആരോപിക്കാനുണ്ടെങ്കിൽ അതിൽ അകപ്പെട്ടിരിക്കുന്നവരെ കൂട്ടിയാണ് നിങ്ങൾ ഈ സംവാദത്തിൽ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചും കൂടി ചെയ്തില്ലല്ലോ. ആരാണത്? ഞങ്ങൾ തൊട്ട് കാട്ടിത്തരാൻ ആവശ്യം ഉണ്ടാവുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ തൗഹീദിലെ വിഭജനം ഞാൻ കൃത്യമായി ചോദിച്ചല്ലോ, ഒരു പ്രതികരണമില്ല. അതുപോലെ തന്നെ പാലം പണി സുൽഫിക്കറിൽ ഇപ്പൊ പറ്റാത്തതുകൊണ്ടാണോ? മൂപ്പർ CD ടവറിലായതുകൊണ്ടാണോ? എനിക്കറിയില്ല. CD ടവർ ഇപ്പൊ പറ്റുന്നില്ല. CD ടവർ തന്നെയായിരുന്നല്ലോ ഒരു കാലത്ത് ആസ്ഥാനം. എല്ലാ ഏടാകുളങ്ങളും അവിടെ തന്നെ ആയിരുന്നല്ലോ. പിന്നെ ഇടയ്ക്കൊരു തമാശ ഉണ്ട്. അതെന്താ? CD ടവറുള്ള ആൾക്കാരെ നമ്മളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ. അത് CD ടവർ നിങ്ങൾ ഇറങ്ങിപ്പോയത് തൊട്ട് മുമ്പ് മദീനത്തുൽ ഉലൂമിൽ വെച്ച് നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, രണ്ടൂട്ടർ ഒരുമിച്ച്. കുഞ്ഞു മുഹമ്മദ് പറപ്പൂരുണ്ട്, PN അബ്ദുൽ ലത്തീഫ് മദനി ഉണ്ട്, നിങ്ങൾ പറഞ്ഞ കുതന്ത്രക്കാരൻ അബ്ദുറഹ്മാൻ സലഫി ഉണ്ട്.
അതുപോലെ സക്കരിയ സുലാഹി ഉണ്ട്, ശംസുദ്ദീൻ ഭാരത്തൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും കൂടി എഴുതിയ സാധനം എന്താ? ജിന്നുബാധ മൂലം മനുഷ്യന് ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാകും, ചികിത്സ റുഖയ്യ ശരയ്യാണ്. അതിലിപ്പം നമ്മളെ ഇപ്പുറത്തെ എന്താ? റുഖയ്യ സലഫിയ വേണോ റുഖയ്യ സുലാഹിയ വേണോ? വേറെ ഇപ്പുറത്തൊന്നുമില്ല. ഈ ടീമാണ് നമ്മൾ രണ്ടും ഒന്നാന്നറിയുന്നത്. പിന്നെ നസാഫ് ഇവിടുന്ന് പോയി, അതുപോലെ നാസർ സുല്ലമി പോയി, പിന്നെ ആരൊരാളും കൂടി പറഞ്ഞു, മുസ്തഫ മാതിരി. ആഹാ, ഇത്ര നിങ്ങൾ കണ്ടുള്ളൂ, ബാക്കി കണ്ടില്ലേ? കേരള നദ്വത്തുൽ മുജാഹിദീന്റെ അവിഭക്ത കമ്മിറ്റിയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന ഹസൻ മദീനി ആലുവ, പിളർപ്പിന്റെ ഘട്ടങ്ങളിൽ ഏറ്റവും അധികം അപ്പുറത്ത് പ്രവർത്തിച്ചിരിക്കുന്ന മനുഷ്യൻ, പിളർപ്പ് പൂർണ്ണമായി. അപ്പോഴും അവിടെ നിൽക്കുന്ന വൈസ് പ്രസിഡന്റ്, അദ്ദേഹം ഇങ്ങോട്ട് വന്ന് എന്നാ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഒരുമിച്ച് അംഗീകരിക്കുന്ന കേരള ജംഇയ്യത്ത് നമ്മുടെ ഫത്വ ബോർഡ് മെമ്പർ മൊയ്തീൻ സുല്ലമി കുടിപ്പുറം ഈ വേദിയിലുണ്ടല്ലോ. നിങ്ങളെ ഭാഗത്തല്ല, ഞങ്ങളെ ഭാഗത്താ. നിങ്ങളതൊന്നും കണ്ടിട്ടില്ലേ? പിന്നെ ഞങ്ങളിൽ നിന്ന് ചില ആൾക്കാരൊന്ന് അങ്ങോട്ട് പോയി. നിങ്ങൾ പേടകള് 2002 ഞങ്ങൾ ഹുസൈൻ മടവൂരും ടീമും മുജാഹിദ് സെന്ററിൽ ഇറങ്ങിപ്പോരുമ്പോ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് ചണ്ടികൾ പോയി എന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ നേതാവ് എവിടെ ഉള്ളത്? മാത്രമല്ലല്ലോ, നിങ്ങൾ പിന്നെ കഴിഞ്ഞ സമ്മേളനത്തിന്റെ അനുബന്ധമായി ഒരാളോ രണ്ടാളോ നാലാളോ CD ടവറിനിറങ്ങിയത്. സക്കരിയ സുലാഹിയെ അവർ ഔദ്യോഗികമായി പുറത്താക്കി എന്ന് പറയുന്നു. ആ പുറത്താക്കിയപ്പോൾ മൂപ്പര വാപ്പായി മുമ്പ് കണ്ട് ബാക്കി പോകുന്ന ആൾക്കാരങ്ങൾ. ഇപ്പൊ വാപ്പ കുട്ടികളവിടെ വഴിയിലിട്ട് പോയി. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സക്കരിയ സുലാഹി എവിടെയാണ്? നിങ്ങളെവിടെയാണ്? നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അഡ്രസ് ഇല്ലാന്ന്. അത് പറയേണ്ടി വന്നെന്തുകൊണ്ടാ? നിങ്ങൾ 2002 ഹക്കാണ് എന്ന്, ഫദ്ലുൽ ഹക്കിന്റെ ഭാഷയിൽ ഹക്കാണ് എന്ന് മനസ്സിലാക്കി കടിച്ചു തൂങ്ങിയിരിക്കുന്ന ആ സംഘടന കുതന്ത്രക്കാരുടെ സംഘടനയാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞോണ്ടാ? അതോ നിങ്ങൾ തമ്മിൽ വല്ല അഭിപ്രായത്തിലുണ്ടോ? ഇതൊന്നും അങ്ങനെല്ലാം കൂടി കണ്ണടച്ചിട്ടാക്കാൻ പറ്റുമോ? അപ്പോ വിഷയങ്ങളെ വിഷയാധിഷ്ഠിതമായി സംസാരിക്കുവാൻ സാധിക്കണം. പിന്നെ ഇവിടെ പറയാൻ ശ്രമിച്ചിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. എന്താ? ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു സംഗതിക്കും മറുപടി ഒന്നുമില്ല. തൗഹീദിലെ വിഷയമാവട്ടെ, തറാവീഹിലെ വിഷയമാവട്ടെ, കുനൂത്തിലെ വിഷയമാവട്ടെ, ഇനി ഇഖ്റവുമായി ബന്ധപ്പെട്ട വിഷയമാവട്ടെ, പാലം പണിയുടെ വിഷയമാവട്ടെ, ജനാദരയുമായി ബന്ധപ്പെട്ട വിഷയമാവട്ടെ, ഒന്നിനും ഒരു പ്രതികരണമില്ല. അവരൊരു വാദം അവിടെ എഴുതി വെച്ചിരുന്നു, അയിമക്കൂടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞു നോക്കി, പക്ഷെ എത്തിയിട്ടില്ല. അതിലാകെ പറയാൻ ശ്രമിച്ച എന്താ? മൻഹജിൽ ഞങ്ങളുടെ പ്രതികരണം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതിന് മറുപടി ഉണ്ടായില്ലേ? അതിൽ തീരുമാനമുണ്ട്. എന്താ ഞങ്ങളുടെ പ്രതികരണത മൻഹജിനെ കുറിച്ച്? ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ച് ആചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗം അവലംബിക്കേണ്ടതില്ലെന്ന വാദം ഞങ്ങൾക്കില്ലാത്തൊരു വാദമാണത്. കൂടെ ഒന്നും കൂടി പറഞ്ഞു, ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മൻഹജ് ഇല്ല. ഞങ്ങൾ ജംഇയ്യത്തുൽ ഉലമ തന്നെ പറഞ്ഞിരിക്കുന്ന പ്രതികരണം. ജംഇയ്യത്തുൽ ഉലമ തീരുമാനം പറഞ്ഞു, ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ച് ആചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് യോഗം അംഗീകരിച്ചു. ഈ അംഗീകാരത്തെ ഞങ്ങൾ ഒരിക്കലും മറികടന്നിട്ടില്ല. പക്ഷേ ജംഇയ്യത്തുൽ ഉലമയിൽ പറഞ്ഞിരിക്കുന്ന മനഹജും 2002 ശേഷം നിങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മനഹജും രണ്ടാണ്. ഇമാം ഷാഫി നേതൃത്വം അദ്ദേഹത്തിന്റെ ചിന്തകളായി അവതരിപ്പിച്ചിരിക്കുന്ന മദ്ഹബും ഇമാം ഷാഫിയിലേക്ക് ചേർത്തുകൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഷാഫി മദ്ഹബും രണ്ടാണ് എന്ന പോലെ തന്നെ നിങ്ങൾ ഈ സലഫി മനഹജ് എന്ന് പറഞ്ഞുകൊണ്ട് അറബ് ലോകത്ത് നിന്ന് പണം തരുന്ന ആളുകൾ അതിൻ്റെ കൂടെ നൽകുന്ന പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുവാനും അത് സമർത്ഥിക്കുവാനും അതിനു വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അങ്ങനെയാണല്ലോ ഹാളിറായ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കാവുകയില്ല എന്നതിലേക്ക് വരെ എത്തിയത് ഉസ്താദ് കൊണ്ടല്ലേ. ആ മനഹജ് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ സലഫിന്റെ മനഹജ്, യഥാർത്ഥ മനഹജ്, അതിന് ഞങ്ങൾ ഒരിക്കലും വ്യതിചലിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുകയുമില്ല. ബാക്കി കാര്യങ്ങൾ അടുത്ത സമയത്ത് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, ഇവിടെ വിഷയാവതരണത്തിൻ്റെ തുടക്കം തന്നെ കളവായി എന്ന് പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടായ ദൗർഭാഗ്യകരമായ പിളർപ്പ് എന്നാണ് എൻ്റെ ബഹുമാന്യ സഹോദരൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ പിളർപ്പിന് തൊട്ട് ശേഷമുണ്ടായ ഇറങ്ങിയിട്ടുള്ള 2002 ആഗസ്റ്റ് 23 ഷബാബിൽ പറയുന്നത് പുതിയ പ്രഭാതം, പുതിയ പ്രതീക്ഷകൾ. അപ്പോൾ പുതിയ പ്രഭാതവും പുതിയ പ്രതീക്ഷകളുമായി മുജാഹിദ് പ്രസ്ഥാനത്തെ പിളർത്തിക്കൊണ്ടുപോയ ആളുകൾ പറയുന്നു ദൗർഭാഗ്യകരമായ പിളർപ്പ്. ഒന്ന്.
രണ്ടാമത്തെ വിഷയം, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവവിഭാഗത്തിലെ 35 ആളുകൾക്കെതിരെ കേരള ജമിയത്തുൽ ഉലമ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ള പുസ്തകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഭാഗമായി 6 മാസക്കാലത്തേക്ക് അവരെ മാറ്റി നിർത്തുവാനുള്ള തീരുമാനത്തിൻ്റെ തുടർച്ചയായി സംഭവിക്കുന്നത് കേരള നദ്വത്തുൽ മുജാഹിദീനെ പിളർത്തുക എന്നതാണ്. ആഗസ്റ്റ് 17-ാം തീയതി വ്യാജമായ രൂപത്തിൽ ഭരണഘടനാ തത്വങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് കൗൺസിൽ വിളിക്കുകയും KNM ഭരണസമിതി പിരിച്ചുവിട്ടു, പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പത്രക്കുറിപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലുള്ള ഏറ്റവും വലിയ തമാശ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ചത് ബഹുമാന്യനായ KPയുടെ വസിയത്താണ്, CP ഉമർ സുലമിയെ ജനറൽ സെക്രട്ടറി ആക്കണം, അത് ആകുന്നതുവരെ ഞങ്ങൾ പൊരുതും. അവസാനം CPയുടെ പേര് പെന്നോട് എഴുതി ചേർക്കേണ്ടത് ഏറ്റവും അവസാനം. മനസ്സിലായില്ലേ? അവിടെയാണ് അവസാനം എത്തിയത്. അപ്പോൾ CPയെ മുമ്പിൽ നിർത്തി കളിക്കുകയും, അപ്പോൾ അതുകൊണ്ട് സംഘടനാപരമായ വിഷയങ്ങളാണോ യഥാർത്ഥത്തിൽ ഇവിടെ നാം വ്യവസ്ഥ എഴുതിയത്? അത്തരം വിഷയങ്ങൾ പറഞ്ഞു പോകുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതുകൊണ്ടാണ്. മാത്രമല്ല 1993-ൽ 1999-ൽ 1993 മേപ്പയ്യൂരിൽ നിന്നാണ് തുടക്കം. KNMന്റെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അസ്ഹർ അലി സാഹിബ് അവിടെ ബഹുമാന്യനായ KPക്കെതിരെ വിളിച്ചിരിക്കുന്ന ഗ്രൂപ്പ് യോഗം 5/6/11 CD ടവറിൽ വെച്ച് ഇപ്പോഴത്തെ അസ്ഹർ അലിയായി മാറിയ അബ്ദുറഹിമാൻ സലഫി നടത്തിയ ഗ്രൂപ്പ് യോഗത്തോട് എല്ലാ തരത്തിലും യോജിപ്പിക്കാവുന്ന ഒരു ഗ്രൂപ്പ് യോഗം അവിടെ നിന്നാണ് തുടക്കം. അപ്പോൾ 99-ലല്ല. അതേപോലെ തന്നെ ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞ മറ്റൊരു കാര്യം, 1999-ന്റെ പ്രത്യേകത. എന്നാൽ വളരെ നേരത്തെ തന്നെ ദീർഘദൃഷ്ടിയോടുകൂടി എന്ന് ഇവരുടെ ഭാഷയിൽ പറയാവുന്ന ഒരു പ്രവർത്തനം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഇതേ 1999-ൽ കോഴിക്കോട് നമ്മുടെ ജില്ലയിലെ ഓമശ്ശേരിക്കടുത്ത് പൂളപ്പൊയിലിൽ രജിസ്റ്റർ നമ്പർ 1044 വെച്ചുകൊണ്ട് നദ്വത്തുൽ മുജാഹിദീൻ കേരള എന്ന ഒരു വ്യാജ സംഘടന നേരത്തെ രജിസ്റ്റർ ചെയ്തു വെച്ചിരുന്നു. അത് ഞങ്ങളുടേതല്ലെന്ന് പറയാൻ സാധ്യമല്ല. ഇപ്പോൾ സുപ്രീം കോടതി വരെ പോയിട്ട് ഒരു വാല കിട്ടിയത് മർക്കസുദ് ദഅവ, ഈ വാലിനാണ് സുപ്രീം കോടതി പോയത്. എന്നാൽ നദ്വത്തുൽ മുജാഹിദീൻ കേരള എന്നത് വ്യാജമായി രജിസ്റ്റർ ചെയ്തു വെച്ചു. അതിനുള്ള തെളിവ് 2002-ൽ നടന്ന സമ്മേളനത്തിൽ ഭാരവാഹികളുടെ പേര് കൊടുത്തപ്പോൾ ബ്രാക്കറ്റിൽ അസ്ഹർ അലി നദ്വത്തുൽ മുജാഹിദീൻ കേരള, KNM എന്നല്ല NMK എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സംഘടനാപരമായ വിഷയങ്ങൾ നമുക്ക് വേറെ വാദപ്രതിവാദം നടത്താം. ഇവിടെ എഴുതിയിരിക്കുന്ന വ്യവസ്ഥ എന്താണ് എന്ന് കൃത്യമായി നാം പരിശോധിച്ചു നോക്കേണ്ടതുണ്ട്. പിന്നെ ബഹുമാന്യനായ KP മരിച്ച ഉടനെ AP അബ്ദുൽ ഖാദർ മൗലവി ജനറൽ സെക്രട്ടറി ആയി എന്നതാണ് മറ്റൊന്ന് പറഞ്ഞത്. എന്തിനാണ് വിഷയാവതരണത്തിൽ ഈ വിഷയം കൊണ്ടുവരേണ്ട വല്ല കാര്യവുമുണ്ടോ? എന്നാൽ ആ കാര്യം തൊട്ടടുത്ത സെക്രട്ടേറിയറ്റും പ്രവർത്തക സമിതിയും അംഗീകരിച്ചിട്ടുണ്ട്. തീർന്നില്ല. ഷബാബ് പിന്നീട് വളരെ വ്യക്തമായി 96 ഫെബ്രുവരി 2-ന് എഴുതുന്നു, കോഴിക്കോട് കേരള നദ്വത്തുൽ മുജാഹിദീൻ ജനറൽ സെക്രട്ടറിയായി AP അബ്ദുൽ ഖാദർ മൗലവിയെ തെരഞ്ഞെടുത്തതായി പ്രസിഡന്റ് ഡോക്ടർ M ഉസ്മാൻ സാഹിബ് പ്രഖ്യാപിച്ചു. സംഘടനാ സെക്രട്ടറിയും ആക്ടിംഗ് സെക്രട്ടറിയുമായി സേവനമനുഷ്ഠിച്ച AP ഇസ്ലാഹി പ്രസ്ഥാനത്തെ ജനകീയവൽക്കരിച്ചതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച ആളാണ്. ഇതൊരു തെറ്റായ നടപടിയാണെങ്കിൽ APയുടെ മദ്ഹ് പറയണോ? അതുകൊണ്ട് വിഷയമല്ല. നമ്മുടെ സഹോദരങ്ങൾക്ക് ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ സാധിക്കുന്നില്ല. മൻഹജിനെ കുറിച്ച് പറഞ്ഞെടുത്ത് തന്നെ അതിനെ തള്ളിയതിന്റെ ഉദാഹരണം അത് 5-ാം മദ്ഹബാണ്, ഗൾഫ് ഇറക്കുമതിയാണ് എന്ന് വ്യക്തമായി ജനങ്ങളിലേക്ക് പ്രചരിപ്പിച്ചതിന്റെ ഉദാഹരണം വിഷയാവതരണത്തിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് AP അബ്ദുൽ ഖാദർ മൗലവി തെരഞ്ഞെടുക്കപ്പെട്ടത് ശരിയായ രൂപത്തിൽ തന്നെയായിരുന്നു. ആ AP അബ്ദുൽ ഖാദർ മൗലവി ഇന്ന് 5-അംഗ സമിതി ഉണ്ടാക്കി നിങ്ങളോടൊപ്പം ലയിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് പറയുക എന്നല്ലാതെ അന്നത്തെ നടപടി ഇപ്പോൾ എടുത്തു പറയേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നതാണ് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ തന്നെ ചെറിയ മുണ്ടത്തിന്റെ ലേഖനം തലയും വാലും വെട്ടി അവതരിപ്പിച്ചു. എന്നാൽ ചെറിയ മുണ്ടം പറഞ്ഞത് ആ ലേഖനത്തിൽ വന്ന തെറ്റുകൾക്ക് ഞാനാണ് ഉത്തരവാദി. അപ്പൊ ചെറിയ മുണ്ടത്തിൻ്റെത് വാലും തലയും അവതരിപ്പിച്ചു. ആരാ കുട്ടികള്?
ആരാ ലേഖനം മര്യാദ വായിക്കാത്തത്? ആരാ ജമിയത്തുലമയുടെ തീരുമാനം വായിക്കാത്തത്? കുട്ടികൾ ആരാ? അത് മനസ്സിലായില്ലേ? ചെറിയ മുണ്ടം സ്വയം പറയുന്നു, ഞാനാണ് ഉത്തരവാദി. അതേപോലെ തന്നെ അതിനെതിരുള്ള കുറിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. എം അക്ബർ സാഹിബിന്റെ ലേഖനം സംബന്ധിച്ച് ഇസ്ലാം വാളിലെങ്കിൽ വന്നത് കൃത്യമായി അവിടെ തന്നെ പറഞ്ഞു. എം അക്ബർ സാഹിബ് തന്റെ സ്വന്തം കൈപ്പടയിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദീനിക്ക് കൃത്യമായി അത് ഞാൻ തിരുത്തുന്നു എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇറക്കിയ പുസ്തകത്തിൽ അദ്ദേഹം ആ കാര്യം വ്യക്തമായി തന്റെ തെറ്റ് തിരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിൽ നിന്ന് ദൃശ്യലോകത്തെ മനുഷ്യനെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ശിർക്കിലേക്ക് പോകുന്ന വാദത്തെ ഞങ്ങൾ ഖണ്ഡിക്കുന്നു. അതാണ് ഞങ്ങളുടെ പ്രത്യേകത, അതാണ് ഞങ്ങളുടെ അഡ്രസ്. അഥവാ KM മൗലവി രൂപീകരിച്ച ആ KNM മൗലവിയുടെ ഫത്വകൾ കണ്ട അപ്പ വിറക്കൂലേ? ആ KM മൗലവിയുടെ ഫത്വകൾ, യുവത പ്രസിദ്ധീകരിച്ച KM മൗലവിയുടെ ഫത്വ, അതിലുണ്ട് ജിന്ന്, അതിലുണ്ട് സിഹർ. അന്ന് KM മൗലവി പറഞ്ഞതെന്തോ അവിടെയാണ്. ഇതിനെതിരിൽ 2013 മെയ് 28 വിചിന്തനം എഴുതി. ഷബാബ് മുമ്പ് എഴുതിയതുപോലെ ജിന്നുബാധയും സിഹറുബാധയും അന്ധവിശ്വാസമാണ്. അഥവാ KM മൗലവി പറഞ്ഞത് അത് ഉള്ളതാണ്. റുഖിയ ശറഈ അദ്ദേഹം അംഗീകരിക്കുന്നു. ജിന്നുബാധയോ സിഹറുബാധയോ ഉണ്ടായെന്ന് വിചാരിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ചികിത്സിക്കുന്നത് കൊണ്ട് ദോഷമില്ല എന്ന് പറഞ്ഞ ആ KM മൗലവി ഞങ്ങൾ ഇറങ്ങിപ്പോന്നതല്ല, മറിച്ച് പുറത്താക്കിയതാണ്. നിങ്ങളാണ് ഇറങ്ങിപ്പോയവർ. 35 ആളുകൾക്കെതിരെ നടപടിയെടുത്തപ്പോൾ APIയും TPI ഒന്നായിട്ട് അങ്ങോട്ട് പിരിച്ചുവിട്ടു. മൻമോഹൻ സിംഗിനെതിരിൽ നമ്മുടെ കേരളത്തിലെ MP മാർ യോഗം ചേർന്ന് മൻമോഹൻ സിംഗിനെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് AV ഹുസൈൻ മടവൂര് വന്നത് എന്ന് ആർക്കാ അറിയാത്തത്? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വിഷയത്തിലേക്ക് വരണം. ഇവിടെ ആദർശപരമായ വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ആ ആദർശപരമായ വിഷയങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. അതേപോലെ തന്നെ ഐക്യത്തിന്റെ കാര്യം പറഞ്ഞു. ഐക്യമാണ് ഉണ്ടാകേണ്ടത്. നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ പുറകെ പിടിക്കുക. നിങ്ങൾക്ക് വന്ന് നോക്കൂ, ഇവിടെ പറഞ്ഞല്ലോ ചേകനൂർ നവോത്ഥാന നായകനാണെന്ന് ISMന്റെ അധ്യക്ഷനായിരിക്കെ മുജീബ് റഹ്മാൻ കിനാലൂർ എഴുതി. അത് തെറ്റാണെന്നങ്ങ് പ്രഖ്യാപിച്ചുകൂടെ? ഐക്യത്തിന്റെ ഒന്നാമത്തെ വശം അതാണ്. മുജാഹിദ് പ്രസ്ഥാനം വാദപ്രതിവാദത്തിൽ മറുഭാഗത്തിരുത്തിയ ചേകനൂർ നവോത്ഥാന നായകനാണെന്ന് മുജീബ് എഴുതിയത് തെറ്റാകുന്നു എന്നങ്ങ് പ്രഖ്യാപിച്ചാൽ മതി. KV അബ്ദുൽ ലത്തീഫ് മൗലവി 2-ാം അധ്യായത്തിലെ 102-ാമത്തെ ആയത്ത് ഇല്ലാ ബിഇദ്നില്ലാ എന്ന് കട്ട് ചെയ്ത് അവതരിപ്പിച്ചപ്പോൾ അത് ശരിയല്ല എന്ന് പറയാൻ ആദർശമുള്ള മുജാഹിദുകൾ തയ്യാറായതുപോലെ പറയാൻ സാധിക്കുമോ? ചേകനൂർ മൗലവിയെ കുറിച്ച് എഴുതിയത് ശരിയല്ല, അത് തെറ്റാകുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിഷയങ്ങളുടെ ഗൗരവം മനസ്സിലാക്കണം. മുജാഹിദ് സെന്ററിൽ നിന്ന് മുജാഹിദ് സെന്ററിലേക്ക് കത്ത് നിങ്ങളെ പുറത്താക്കിയത്. ഫ്രം മുജാഹിദ് സെന്റർ ടു മുജാഹിദ് സെന്റർ. AP അബ്ദുൽ ഖാദർ മൗലവിയും TP ഇറങ്ങിപ്പോണം. എവിടാ കത്തയക്കുന്നത്? മുജാഹിദ് സെന്ററിൽ നിന്ന്. എങ്ങോട്ടാ കത്തയക്കുന്നത്? മുജാഹിദ് സെന്ററിലേക്ക്. അപ്പൊ ആ ലെറ്റർ പേഡ് എങ്ങനെ കിട്ടി? അവിടെയാണ് അത്തരം കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് മുമ്പ് കഴിഞ്ഞു പോയ സംഘടനാ വിഷയങ്ങളല്ല, മറിച്ച് KK സക്കരിയ സ്വലാഹി ഹക്കിനോടൊപ്പം നിന്നപ്പോൾ മുജാഹിദുകൾ അദ്ദേഹത്തോടൊപ്പം നിന്നു. അദ്ദേഹം അതിന് വ്യത്യസ്തമായ ഒരു വാദം അവതരിപ്പിച്ചു. ആ വാദം നിങ്ങൾ പോലും ആഘോഷപൂർവ്വം ഷബാബിൽ പ്രസിദ്ധീകരിച്ചു. ആ വാദത്തിൽ ഞങ്ങൾ വിയോജിച്ചു. അപ്പോൾ അദ്ദേഹത്തെ പിൻപറ്റിയവരല്ല, അദ്ദേഹത്തിന്റെ ആദർശത്തോടൊപ്പമായിരുന്നു ഞങ്ങൾ. അത് ഞങ്ങളുടെ ക്വാളിഫിക്കേഷനാണ്. ആരാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും ഖുർആനും ഹദീസും പറഞ്ഞാൽ, അത് സലഫിന്റെ മാർഗമനുസരിച്ച് പറഞ്ഞാൽ അവരോടൊപ്പം ഉണ്ടാകും. അത് സലാഹിയായാലും സലഫിയായാലും മടവൂരായാലും AP ആയാലും ഇപ്പോഴുള്ള ആരായിരുന്നാലും അതാ ഞങ്ങളുടെ നിലപാട്. അതാണ് മുജാഹിദുകൾ അദ്ദേഹത്തോടൊപ്പം പോകാതിരുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ എഴുതിയിട്ടുള്ള കേരള ജംഇയ്യത്തുലമയുമായി ബന്ധപ്പെട്ട 18 തീരുമാനങ്ങളിൽ വ്യതിയാനമുണ്ടായിട്ടുണ്ട് എന്നതിന് അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള ചുവന്ന പുസ്തകമടക്കം ഓരോ തീരുമാനങ്ങൾക്കും ഖണ്ഡനം കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. അസ്സലാമു അലൈക്കും. അപ്പോൾ വഞ്ചി എപ്പോഴും തിരുനക്കര തന്നെയാണ്, അതുകൊണ്ട് അടുക്കേണ്ട സ്വഭാവം കാണില്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ 2002 പിളർത്താൻ വേണ്ടി 99 മുതൽ പരസ്യമായി നിങ്ങൾ ആരോപിച്ചു പോന്നിരിക്കുന്ന വ്യതിയാന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഞാൻ എൻ്റെ പ്രബന്ധത്തിൽ സമർത്ഥിച്ചത്. അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ സഹോദരൻ സലീം വന്നിട്ടും സാധിച്ചിട്ടില്ല. മൂപ്പർ കുറച്ച് സംഘടനാ പ്രശ്നങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. സംഘടനാ പ്രശ്നമാണ് ഇവിടെ ചർച്ച എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ എന്താ ചെയ്തത്? ആദർശ വ്യതിയാന ആരോപണം എന്താണ് എന്ന് പറയുന്നതിന് ആമുഖം പറഞ്ഞു. എന്താ കാരണം എന്നുള്ളത്? അത് സംഘടനാ പ്രശ്നമാണ്. സംഘടനാ രംഗത്ത് പിടിച്ചടക്കുവാൻ വേണ്ടി നടത്തിയിരിക്കുന്ന ഗൂഢശ്രമങ്ങളുടെ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കുതന്ത്രക്കാരൻ്റെ ഗൂഢശ്രമം,
അതിന് കണ്ടെത്തിയിരിക്കുന്ന ഒരു മാർഗമായിട്ടാണ് ആദർശ വ്യതിയാനം ആരംഭിച്ചത്. അതിൻ്റെ ആമുഖത്ത് പറഞ്ഞതാണ്, മനസ്സിലായല്ലോ. അത് തിരിച്ചറിയാനുള്ള തൻ്റെ ഇടമൊക്കെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ പിന്നാലെ പോകണമെങ്കിൽ പോകാം. പക്ഷെ ഒറ്റ സംഗതി, സുപ്രീം കോടതി വരെ പോയിട്ട് നമുക്കൊരു വാലല്ലേ കിട്ടിയത്. സുഹൃത്തുക്കൾ, നിങ്ങൾക്കൊരു എല്ലിൻ്റെ കഷ്ണം കിട്ടിയോ? ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ പച്ച മലയാളത്തിൽ എഴുതി തന്നില്ലേ ഞങ്ങൾക്കൊരു അഡ്രസ്സും ഇല്ല. ഞങ്ങൾക്ക് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്നത് പൂർണ്ണമായിട്ടുണ്ട്, കൂടെ ഒരു വാലും കൂടി ഉണ്ടെന്നാണ് മർക്കസുദ്ദാബ്. അതല്ല പ്രശ്നം, മനസ്സിലായല്ലോ. ഞങ്ങൾക്കെതിരെ കൊടുത്തിരിക്കുന്ന കള്ളക്കേസ് ശരിക്കും വിധി വരേണ്ടത് എന്തായിരുന്നു? ഹുസൈൻ മടവൂരിൻ്റെയും എ.വി. അബ്ദുറഹ്മാൻ ഹാജിയെയും അതുപോലെ പി.സി. അഹമ്മദ് ഹാജിയെയും ജയിലിടാനാണ് വിധി വരേണ്ടത്. കാരണം മഹാ അപകടമല്ലേ ചെയ്തത്. പട്ടാപ്പകൽ ഒരു സെന്റർ ആക്രമിച്ചു, അവർക്കെതിരെയുള്ള അങ്ങനെ പരാമർശം പോലും വന്നില്ല. എന്നിരിക്കെ ഞങ്ങൾക്കൊരു വാലെങ്കിലും കിട്ടിയെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങൾ കിട്ടിയത് വാലോ തലയോ ഓടലോ അതോ വേറെ തട്ടിയോ? പിന്നെ സക്കരിയ സുലാഹിക്ക് ഇപ്പം എന്തൊക്കെ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഇത് എന്ന് തുടങ്ങിയത് അബദ്ധം സംഭവിക്കല്? നിങ്ങൾ ഉണ്ടാക്കുവാൻ വിചാരിക്കുന്ന ആലോചിക്കുന്ന സംഘടനയിൽ നമ്മൾ എന്താകുമെന്ന ചർച്ചയിലാണല്ലോ കാര്യമായി പലർക്കും താല്പര്യം. ആ ചർച്ചയോട് വേണ്ടത്ര താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ സക്കരിയ സുലാഹി മുന്നോട്ട് പോയത്. അത് ഒന്ന് കൂടിയിരുന്ന് ആലോചിച്ചിട്ട് പറയുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കേണ്ടത്. പിന്നെ ഇവര് സംഘടനയിൽ നിന്ന് ഇറങ്ങി പിന്നെ അവർ പുറത്താക്കിയതല്ലേ ഇറങ്ങിപ്പോന്നതാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തി. 35 ആളുകൾക്കെതിരെ നടപടിയെടുത്തതിന് എന്തിനാണ് ഹുസൈൻ മടവൂരും ടീമും ഇറങ്ങിപ്പോയത്? ഇത് തിരിച്ചു വെച്ച് ഞങ്ങൾ എന്താ പറയാ? സക്കരിയ സുലാഹിക്കെതിരിലല്ലേ നടപടി വന്നത്? നിങ്ങൾ എന്തിനാ 100 കണക്കിന് പ്രവർത്തകന്മാർ ഒന്നാകെ ഇറങ്ങിപ്പോന്നത്? മാത്രമല്ല സമ്മേളനത്തിൽ നിന്ന് പോലും വിട്ടുനിൽക്കുവാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ കുറച്ച് പ്രസംഗകരുടെ പേരല്ലേ ഉള്ളൂ, പ്രവർത്തകന്മാരുടെ പേരുണ്ടോ? എന്തിനാ എല്ലാവരും ഇറങ്ങിപ്പോകുന്നത്? എന്നിട്ട് ഇറങ്ങിപ്പോന്നോർത്ത് നിൽക്കുന്നില്ല. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ മുജീബുർ റഹ്മാൻ എഴുതിയിരിക്കുന്ന പുസ്തകം, അത് CP സലീമും മുജീബുർ റഹ്മാനും ഒക്കെ ഒരേ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന കാലത്തുള്ള പുസ്തകമാണല്ലോ. അന്ന് അവിടെ തിരുത്താമായിരുന്നല്ലോ, ചൂണ്ടിക്കാണിക്കാമായിരുന്നല്ലോ. മുസ്ലിം നവോത്ഥാന നായകൻ എന്ന് ചേകനൂരിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടില്ല. അദ്ദേഹത്തിന് തലത്ത് നടത്തിയിരിക്കുന്ന നവോത്ഥാന പ്രവർത്തനം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മതപരമായി അദ്ദേഹം വട്ടപൂജ്യമാണെന്ന് ആ പുസ്തകത്തിലുണ്ട്. പക്ഷേ മനുഷ്യാവകാശ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങളാണ് ആ പുസ്തകത്തിന്റെ ഇതിവൃത്തം. അത് അന്ന് കൂടെ ഇരിക്കുന്ന CP സലീമിന് അറിയാം. അത് മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കരുതെന്ന് മാത്രമാണ് ഞാനതിൽ സൂചിപ്പിക്കുന്നത്. പിന്നെ മുജാഹിദ് സെന്റർ എന്നൊരു കത്ത്, ഫ്രം മുജാഹിദ് സെന്റർ ടു മുജാഹിദ് സെന്റർ. അപ്പോൾ ലെറ്റർപ്പേഡ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളതാണ്. സംഘടനാ പാഠം ഒട്ടുമില്ലാത്ത ഒരാൾ ഇവിടെ നേരത്തെ സംസാരിച്ച വ്യക്തിയൊക്കെ ഉണ്ട്. അവരൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാവും. CP സലീം അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? നിങ്ങൾ MSMന്റെ അഡ്ഹോക്ക് ISMന്റെ ഒക്കെ സെക്രട്ടറി ആയാലല്ലേ, പ്രസിഡന്റൊക്കെ ആയാലല്ലേ, അതിന് വലിയ സ്ഥാനം വഹിച്ച ആളല്ലേ, സംഘടനാ പാരമ്പര്യമല്ലേ. സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉത്തരവാദപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ആളുകൾക്ക് ആ സംഘടനയുടെ അവർക്ക് നൽകുന്ന വകുപ്പുമായി ബന്ധപ്പെട്ട് ലെറ്റർപ്പേഡ് കൊടുക്കാറുണ്ട്. KNM-ൽ 2002 ISMനെ പിരിച്ചുവിടുന്ന കാലത്തും ഹുസൈൻ മടവൂർ KNM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഖുർആൻ പരിഭാഷ അടക്കമുള്ള വിഷയങ്ങളുടെ വകുപ്പ് ഉള്ള ആളുമാണ്. ആ ആൾക്ക് അതുമായി ബന്ധപ്പെട്ട എഴുത്തുകുത്തുകൾക്ക് കയ്യിൽ ലെറ്റർപ്പേഡ് ഉണ്ടാവും. അത് പ്രത്യേകം കട്ടുകൊണ്ടിരുന്ന കാര്യമല്ല. അദ്ദേഹം സെക്രട്ടറി ആക്കുമ്പോൾ കയ്യിലുള്ള ലെറ്റർപ്പേഡാണ്. അത് വെച്ച് തന്നെയാണ് കത്ത് എഴുതിയിട്ടുള്ളതും. എന്നാൽ ഇത് വെച്ച് എ.വി. അബ്ദുറഹ്മാൻ ഹാജിയും ഹുസൈൻ മടവൂരും പി.സി. അഹമ്മദ് ഹാജിയും പട്ടാപ്പകൽ മുജാഹിദ് സെന്റർ ആക്രമിക്കുവാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കള്ളക്കേസിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഏത് കോടതിയിലെ ന്യായീകരിക്കാൻ പറ്റുക? ഇപ്പോഴും നിങ്ങൾ A.P. അബ്ദുൽ ഖാദർ മൗലവിയെ അബ്ദുറഹ്മാൻ സലഫിയെയോ മാറ്റി നിർത്തുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും 2002 കള്ളക്കേസിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാതെ പോകരുത്. അപ്പോൾ അതാണ് ആ വിഷയത്തിലുള്ള സംഗതി. പിന്നെ അക്ബർ തിരുത്തിനാണ്. അക്ബർ തിരുത്തിയോ? എങ്ങനെ തിരുത്തിയത്? എന്താ തിരുത്തിയത്? ഞാൻ പറഞ്ഞല്ലോ, 99 മെയ് മാസം 13-ാം തീയതി ജാമിയ സെൽഫിൽ യോഗം നടക്കുമ്പോൾ സുബൈർ മങ്കട അക്ബറുമായി ബന്ധപ്പെട്ട ഈ വിഷയം ISM-നെതിരെ ആരോപണമായി ഉന്നയിക്കുമ്പോൾ ആ മുമ്പിൽ ഇരിക്കുന്നുണ്ട് അക്ബർ. മാന്യതയുണ്ടെങ്കിൽ അവിടെ തിരുത്തണം. അവിടെ തിരുത്തിയില്ല, ആ കൊല്ലം തിരുത്തിയില്ല. പിന്നെ എപ്പോഴാണ് തിരുത്തുന്നത്? അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിൽ A.P. അബ്ദുൽ ഖാദർ മൗലവിയും ISM-ന്റെ പ്രവർത്തകന്മാരും തമ്മിൽ ചർച്ച നടന്ന് A.P. കൂടി കെണിയിൽ വീണെന്ന് ഉറപ്പായപ്പോ തടി സലാമത്താക്കാൻ വേണ്ടി ഒരു തിരുത്തുന്ന കുറിപ്പ് കൊടുത്തു. ആ കുറിപ്പിലോ ഡേറ്റ് ഇട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഡേറ്റ് ഇടാറുന്നത്? ഞാൻ നേരത്തെ തന്നെ തിരുത്തിയിട്ടുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ. ഈ അക്ബറിനെയാണ് മഹാനായി കുറെ കാലങ്ങൾ കൊണ്ടുവന്നത്. ഇപ്പങ്ങൾക്ക് മൂപ്പരെ പറ്റാത്ത പ്രശ്നങ്ങൾ വേറെയാണ് സംഗതി. അപ്പൊ ഇങ്ങനെ തിരുത്തുകൾ ഞാൻ ചോദിക്കുന്നത്, അക്ബർ തിരുത്തി എന്ന് പറയുന്നത് ഇനി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വിചാരിക്കുക. അക്ബറിനെതിരെ ഈ വിഷയത്തിൽ നിങ്ങൾ ആരെങ്കിലും ആദർശ വ്യതിയാനം ആരോപിച്ചത് കൊണ്ടാണോ അക്ബർ തിരുത്തിയത്?
ആണോ? അതല്ല, ഞങ്ങൾക്ക് നേരെ ആരോപിച്ചിരിക്കുന്ന ആദർശ വ്യതിയാനത്തിന്റെ ഉപജ്ഞാതാവ് അക്ബറാണ് എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയുണ്ടോ? എങ്ങനെ തിരുത്തിയത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുത്തിയത്? തിരുത്താണെങ്കിൽ തന്നെ പിന്നെയും തിരുത്താതെ കിടക്കുന്നത്ര വിഷയങ്ങളുണ്ട്. ഖുർആനെതിരായി സംസാരിച്ചിരിക്കുന്ന സുഹൈർ സുങ്കത്തറ, തൗഹീദ് പറയേണ്ടതില്ല എന്ന് പറയുന്ന സുഹൈർ സുങ്കത്തറ തുടങ്ങിയിരിക്കുന്ന പല പരാമർശവും ഞാൻ സത്യപ്പെടുത്തിയല്ലോ. എന്നിട്ട് വല്ല മറുപടി ഉണ്ടായോ? വല്ല പ്രതികരണം ഉണ്ടായോ? ഖുർആനെതിരെയാണ് എഴുതിയത് സുഹൈർ സുങ്കത്തറ. അദ്ദേഹമാണല്ലോ ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് നീട്ടി കിട്ടാൻ വേണ്ടി ഞങ്ങളെ സമീപിച്ചത്. അപ്പോൾ നിങ്ങൾ ആൾ തന്നെയാണ്, അതിൽ അഭിപ്രായം ഉണ്ടാവില്ല, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾ തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിന് മറുപടി കിട്ടിയിട്ടില്ല. പിന്നെ 93 അസ്ഹർ സാഹിബ് മേപ്പയൂരിൽ ഗ്രൂപ്പ് യോഗം വിളിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, അതിന് മറുപടി ആയിരിക്കും 99 നിങ്ങൾ ജാമിയ സലഫിൽ യോഗം വിളിച്ച് 6 കൊല്ലം കഴിഞ്ഞിട്ട്. എങ്കിൽ 97 എ ഹമീദ് കൊച്ചി എഴുതിയിരിക്കുന്ന കത്താണിത്. ആ കത്തിൽ അദ്ദേഹം പറയുന്നു, 4 കൊല്ലം മുമ്പ് KP-ക്കെതിരെ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നതായി അവർ തന്നെ വന്ന് സമീപിച്ചതായി അദ്ദേഹം എഴുതുന്ന കത്താണിത്. അദ്ദേഹം മരിക്കുമ്പോൾ തിരുത്തിയിട്ടില്ലേ? 97 4 കൊല്ലം മുമ്പ് തന്നെ 93. ആ ഗൂഢസംഘം ഏതായിരിക്കും? എ ഹമീദ് കൊച്ചി സംഘടന പെടുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ തന്നെയാണ്, മരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഇതൊക്കെ മറച്ചു വെച്ചിട്ട് അസ്ഹർ അലി സാഹിബ് 93 യോഗം വിളിച്ചതിന് ഇവിടെ 99 പ്രതികരിക്കുന്നു. മാത്രമല്ല 99 മെയ് 13 യോഗത്തില്, മെയ് 13 വേണ്ടിയുള്ള യോഗത്തിൽ എന്താണ് ആ യോഗത്തിൽ സംസാരിക്കുന്നത്? അസ്ഹർ അലി സാഹിബ് ഇങ്ങനെ 93 യോഗം വിളിച്ചിട്ടുണ്ടെന്നല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാം. അത് പറഞ്ഞുകൊണ്ട് സംഘടനയിൽ പ്രശ്നമുണ്ടാക്കാനാ, എന്നിട്ട് അധികാര സ്ഥാനങ്ങൾ ഏറ്റെടുക്കാനാ. അതുവഴി ആ ആദർശ വ്യതിയാന ആരോപണത്തെ തുടക്കം കുറിച്ച് 99 സെപ്റ്റംബറിൽ ഇലക്ഷനും പ്രഖ്യാപിച്ചു. ഇലക്ഷന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാന കൗൺസിൽ വരെ പൂർണ്ണമായി. ആ സമയത്ത് മധ്യസ്ഥ കുപ്പായമിട്ട് കുറച്ച് ആൾക്കാർ, ഒരാൾ വരുന്നത് പ്രധാനമായിട്ട്, കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. ആ പ്രധാനപ്പെട്ട ആളാരാ? നിങ്ങൾ കുറെ കാലം കൊണ്ടുവന്ന TP അബ്ദുൽ ഖാദിർ മദനി. അതുവരെ ഈ വിഷയത്തിൽ എവിടെയുമല്ലാത്ത അദ്ദേഹം ഈ സംഘടനാ തർക്കങ്ങൾക്കിടയിൽ തനിക്കെന്ത് നേട്ടമുണ്ടാകും, തനിക്ക് ഏത് കസേര കിട്ടും എന്ന് മാത്രം അന്വേഷിച്ചിരിക്കുന്ന മനുഷ്യൻ മധ്യസ്ഥനായി വന്ന് പ്രസിഡന്റായി മാറിയിരിക്കുന്ന, ഒരുപക്ഷെ ചരിത്രത്തിൽ വേറെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ആ വ്യക്തിയാണ് TP അബ്ദുൽ ഖാദിർ മദനി. അദ്ദേഹത്തിന്റെ കൂടെയാണ് ഹക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫതുലിലൊക്കെ കൂടെ നിന്ന് നേരത്തെ കഴിഞ്ഞ സംസാരത്തിലൂടെ പറഞ്ഞത്. കഴിഞ്ഞ വ്യവസ്ഥയുടെ സംസാരത്തിൽ. അപ്പോ ഇങ്ങനെയുള്ള തട്ടിപ്പുകളും തരികടകളും നടത്തി പ്രസ്ഥാനത്തെ സ്വന്തം വരുതിയിലാക്കുവാൻ നടത്തിയിരിക്കുന്ന ശ്രമങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ പ്രതികരിച്ചു പോന്നിട്ടുള്ളത്. അതിന് നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന കൊണ്ടുവന്നിരിക്കുന്ന വാറോലകളാണ് ആദർശ വ്യതിയാന ആരോപണം എന്ന പുകമറ. പിന്നെ ജിന്നും സിഹിറും ഒക്കെ അത് ഞാൻ പറഞ്ഞല്ലോ, തിരക്കൂട്ടണ്ട, ഒരു ഡേറ്റ് കൂടി നമുക്ക് ഉണ്ട്, വരണ്ട്. ഞങ്ങള് ലോറാങ്ക് കൊടുക്കണ നേരത്ത് ലോറാങ്ക് കൊടുത്താൽ മതി. 12:40 വാങ്ങി കൊടുക്കുള്ളൂ, അപ്പൊ കൊടുത്താൽ മതി. രാവിലെ 10 മണിക്ക് തന്നെ കൊടുക്കണ്ട. ഞങ്ങൾ ജിന്നും സിഹിറും കണ്ണേറും നിങ്ങൾ കൊണ്ടുവന്ന സകല കുട്ടിച്ചാത്തനെയും ചറവിത ചറവണം നടത്താൻ തന്നെ 8-ാം തീയതി വരുന്നത്. മനസ്സിലായല്ലോ? അത് അവിടെ കിട്ടും. ഇവിടെ ഇത് സംബന്ധമായി മുന്നോട്ട് വെക്കുന്ന 2002 പിളർപ്പിന് കാരണമായി നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആദർശ വ്യതിയാന ആരോപണങ്ങൾ അത് കള്ളത്തരങ്ങളാണെന്ന് ഞങ്ങൾ തെളിയിച്ചു. ഞാനിവിടെ എൻ്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ആ വിഷയങ്ങൾ സംസാരിച്ചു. അതിനോട് ഓരോന്നിനോടും അക്കമിട്ട് പ്രതികരിക്കാൻ അത് കളവായിരുന്നില്ല. അബ്ദുറഹ്മാൻ സലഫി എന്ന് പറഞ്ഞ സത്യമാണ്, അതുപോലെ സുബൈർ മങ്കട എന്ന് പറഞ്ഞ സത്യമാണ്, KK സക്കരിയ സുറായി എന്ന് പറഞ്ഞ സത്യമാണ്, ഈ കൊണ്ടു നടന്ന സംഗതികളൊക്കെ സത്യമായിരുന്നു എന്ന് സമർത്ഥിക്കുവാൻ നിങ്ങളുടെ കയ്യിൽ വല്ല ആയുധവുമുണ്ടോ? അതിനെല്ലാം മറുപടി വേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമൻ കസീറ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ ബഹുമാനനായ ലത്തീഫ് മൗലവി ചില കാര്യങ്ങളൊക്കെ പറയണ്ടായി. യഥാർത്ഥത്തിൽ എന്താണ് വാദമായി എഴുതി വെച്ചത് എന്നോ എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്നോ കൃത്യമായൊരു ബോധ്യം ഇല്ലാത്ത നിലക്കാണ് അദ്ദേഹത്തിന് സംസാര രീതി നീങ്ങുന്നത്. ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ കുട്ടികളോട് പറഞ്ഞു, ഇത്ര നാളെ വരുമ്പോൾ എല്ലാവരും രക്ഷിതാക്കളെ വിളിച്ചു വരണം. അപ്പോൾ കൂട്ടത്തിലൊരു കുട്ടി പറഞ്ഞു, ഞാൻ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ്. അപ്പോൾ ഈ ടീച്ചർ പറഞ്ഞല്ലോ, നാളെ നീ വരുമ്പോൾ ടെസ്റ്റ് ട്യൂബിനെ വിളിച്ചു കൊണ്ടുവരണം. ഇവിടെ നമ്മുടെ വിഷയം എന്താ? ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനത്തിൽ നിങ്ങൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്. അതൊരു ജമിയത്തുൽ ഉലമയുടെ തീരുമാനം മാത്രമല്ല, ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയാദർശങ്ങളാണ്. അതിൽ നിന്ന് കോട്ടി മാറ്റാൻ ഇവിടെ ആദ്യമായി ശ്രമിച്ചത്. ഇവിടെ പറഞ്ഞല്ലോ ആദർശ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ സമർത്ഥിച്ചു. എന്തുകൊണ്ടാണ്? ഈ വിഷയത്തിൽ തീരുമാനം പറഞ്ഞിട്ടാണ്. പക്ഷേ ഇവിടെ ഒന്നാമതായി അവസാനത്തെ പേജിൽ കൊടുത്ത ഉദ്ധരണി, അതായത് ഇവിടെ ആദർശ വ്യതിയാനമായി കണ്ടത് തെളിവ് അംഗീകരിക്കുകയും എന്നാൽ വസ്തുത നിഷേധിക്കുകയും ചെയ്യുന്നതിനെയാണ് എന്ന് മൂസാ സ്വലാഹി വായിച്ചു.
അപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. ശേഷം അടുത്ത വരി വായിക്കാം. അടുത്ത വരി പറഞ്ഞ വിഷയം എന്താ? ചില വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതുണ്ട്, അത് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ജംഇയ്യത്തുൽ ഉലമയിൽ ചർച്ച വന്നത് എന്താ? അത് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയമാണ്, അതുകൊണ്ട് പ്രശ്നമാക്കണ്ട എന്നല്ല. കാരണം ഇവിടെ തറാവീഹിനെ സംബന്ധിച്ച് സംസാരിച്ചു, ഖുനൂത്തിനെ സംബന്ധിച്ച് സംസാരിച്ചു. ആ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിനെ വിശദീകരണമായിക്കൊണ്ട് അന്ന് അവിടെ കൂടിയിട്ടുള്ള ആളുകൾ പറഞ്ഞ കാര്യം എന്താണ്? ഈ വിഷയത്തിൽ പുസ്തകം രചിച്ച ലേഖകൻ തൻ്റെ പുസ്തകത്തിൽ വന്ന തെറ്റുകൾ നമ്മുടെ ആദർശത്തിനനുസരിച്ച് തിരുത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ വന്നത് തെറ്റാണ് എന്നർത്ഥം. ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനത്തിൽ പറഞ്ഞ ആ മടവൂർ സാഹിബിൻ്റെ പുസ്തകത്തിലെ പരാമർശങ്ങൾ തെറ്റാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു എന്ന് അന്ന് നേതാക്കന്മാർ എഴുതി ഒപ്പിട്ട് പോയി. അപ്പോൾ അതാ പറഞ്ഞത്, നിങ്ങൾ അന്ന് തീരുമാനം അംഗീകരിച്ചു, അതിൽ നിന്ന് നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചു എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ വാദന എന്തായിരുന്നു? നിർവാഹക സമിതി അന്ന് എടുത്ത തീരുമാനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഖുനൂത്തിനെ സംബന്ധിച്ച് മിണ്ടിയില്ല, തറാവീഹിനെ സംബന്ധിച്ച് മിണ്ടിയില്ല എന്നല്ലേ? അത് മിണ്ടേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇതിലൊക്കെ തീരുമാനം പറഞ്ഞു, അതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതാരും ന്യായീകരിക്കേണ്ടതില്ല, അതാരും കൊണ്ടു നടക്കേണ്ടതില്ല. അത് തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, അല്ലെങ്കിൽ സിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, അവിടെയൊക്കെ പറഞ്ഞ വിഷയങ്ങൾ എന്താ? ഇനി അതിനെ ന്യായീകരിക്കേണ്ടതില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞത്, ജംഇയ്യത്തുൽ ഉലമ അന്നെടുത്ത തീരുമാനത്തെ നിങ്ങൾ അംഗീകരിച്ചു, അതിൽ ഒപ്പിട്ടു. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാണ്, ഇല്ല അതെല്ലാം ആരോപണമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയ ആ ഒരു വാദം നിങ്ങൾക്ക് തന്നെ എതിരായി ഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനങ്ങൾ അത് ശരിയാണ്, അതിൽ നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്, അതിനിവിടെ തെളിവുകൾ ഞങ്ങൾ പറയണ്ടായി. പിന്നെ അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എന്താ പറയുക, ഗൾഫ് സലഫിസം ഇവിടെ കൊണ്ടുവരുന്നതിനെ ഞങ്ങൾ എതിർത്തത്, അതല്ലാണ്ട് ശരിയായ സലഫിസത്തെ കൊണ്ടുവരുന്നതിനെ അല്ലാന്ന. ഇവിടെ ഈ ജിന്ന് പിശാച് സിഹിർ എന്ന വിഷയത്തിൽ അറബിയിലുള്ള ഒരു ഗ്രന്ഥം അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് വേറൊരാളുടെ പേരിലിറക്കി കള്ളത്തരം കാട്ടിയ ചരിത്രപ്പെടല്ലേ? അപ്പോൾ ആരാ ഗൾഫിലുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചത്? അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൾഫിൽ നിന്നോ കേരളം എന്നോ അമേരിക്ക എന്നോ ബ്രസീലിൽ നിന്നോ ഒന്നുമില്ല. സലഫി എത്തി എന്ന് പറയുന്നത് അത് ലോകാടിസ്ഥാനത്തിലുള്ള പ്രമാണങ്ങളെ മനസ്സിലാക്കാനുള്ള മാർഗമാണ്. ആ മാർഗത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചരിച്ചു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിന് കാരണം എന്താ? വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള പരാമർശങ്ങളെ എടുത്തുകൊണ്ട് ഹദീസിന്റെ സന്ദർഭങ്ങളോ സാഹചര്യങ്ങളോ മനസ്സിലാകാതെ ഈ ആയത്ത് ഹദീസിനെതിരാണെന്ന് പറഞ്ഞു. അത് സലഫുകളുടെ മാർഗമല്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു തൈമിയ്യയുടെ വിദ്യാർത്ഥിയായ ഇബ്നുൽ ഖയ്യിം പറയുന്നു, നഹ്നു നഖൂലു ഖൗലൻ കുല്ലിയൻ നശ്ഹദുല്ലാഹ വമലായികതഹു അൻ ലൈസ ഫീ ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യുഖാലിഫുൽ ഖുർആന വലാ മാ യുഖാലിഖുൽ അഖ്ല. എൻ്റെ സംസാരം അബ്ദുൽ ലത്തീഫ് മൗലവി കൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ അർത്ഥം കൂടി പറയുകയാണ്. ഇവിടെ ഒരു സഹീഹായ ഹദീസിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ട് വന്നാൽ അതൊരിക്കലും ഖുർആനെതിരാവുകയില്ല. പക്ഷേ 10 കൊല്ലമായി നിങ്ങൾ ഒരുപാട് വിഷയങ്ങളെ ഇത് ഖുർആനിനെതിരാണ്, ഇത് ഖുർആനിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സലഫി മൻഹജിന് എതിരാണ്, ഇത് സലഫിയത്തിന് എതിരാണ്. പക്ഷേ ആൾ കൂടുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെയും പറഞ്ഞതുപോലെ ചിലപ്പോൾ പറഞ്ഞു വന്നേക്കാം, ഞങ്ങൾ അത് സലഫിയത്തിന് അംഗീകരിക്കുന്നുണ്ട്, സലഫി മൻഹജിന് അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ അംഗീകരിക്കുന്നില്ല, അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ അംഗീകരിക്കുന്നില്ല. മുമ്പിൽ വരുമ്പോൾ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ പേരിന് വേണ്ടി അംഗീകരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും സലഫിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾക്ക് നിഷേധം തന്നെയാണുള്ളത്. അതേപോലെ തന്നെ അഖ്ലിനെതിരാണ്, ബുദ്ധിക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല വിഷയങ്ങളെയും നിങ്ങൾ തട്ടിയിട്ടുണ്ട്. എന്നാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പഠിപ്പിച്ചു, സലഫിയത്തിന്റെ വീക്ഷണം അതല്ല. ഒരു കാര്യം ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നുള്ള നിലക്ക് അത് നിഷേധിക്കലോ അത് തള്ളിക്കളയലോ പാടില്ല. അദ്ദേഹം പറഞ്ഞു, അന്നൽ അഖ്ല സ്വരീഹ ലാ യുംകിനു അൻ യുആരിദ മഅൻ നഖ്ലി സ്വഹീഹി വലാ യുംകിനു ബിഹാലിൻ അൻ യുആരിദൽ അഖ്ല സ്വരീഹ മഅൻ നഖ്ലി സ്വഹീഹ്. സ്വഹീഹായ നഖ്ൽ വന്നാൽ, സ്വഹീഹായ നസ്സു വന്നാൽ അതിനൊരിക്കലും അഖ്ൽ എതിരായി വരികയില്ല, അഖ്ലിനെതിരായി കൊണ്ട് സ്വഹീഹായ നസ്സും വരികയില്ല. ഇത് ലോകത്ത് സലഫി പണ്ഡിതന്മാരുടെ വീക്ഷണമാണ്, സലഫി മൻഹജിന്റെ അടിസ്ഥാനമാണ്. അതിൽ നിന്ന് നിങ്ങൾ തെറ്റി എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം എന്താ? നിങ്ങൾ പലതിനെയും നിഷേധിച്ചു. അതിൽപ്പെട്ടതാണ് അല്ലാഹു തആല ഇറങ്ങുമെന്ന് പറയുന്ന സിഫത്തിന്റെ വിഷയം. നുസൂലിനെ നിങ്ങൾ നിഷേധിച്ചു, അത് കുഫറാണ് എന്നാണ് കിതാബ് തൗഹീദിൽ പഠിപ്പിക്കുന്നത്. ആ കിതാബ് തൗഹീദ് പഠിക്കണം എന്നാണ് ഡോക്ടർ ഹുസൈൻ സാഹിബ് പറഞ്ഞിട്ടുള്ളത്, ഹുസൈൻ മടവൂർ സാഹിബ് പറഞ്ഞത്. അത് പഠിക്കാത്തത് കൊണ്ട് നമ്മുടെ പല പണ്ഡിതന്മാർക്ക് ദോഷമുണ്ട് എന്ന് ഹുസൈൻ മടവൂർ സാഹിബ് പറയുന്നു. ആ ദോഷമാണ് ലത്തീഫ് മൗലവിക്കുള്ളത്, ആ ദോഷമാണ് ആ ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകൾക്കും ഉള്ളത്. അതുകൊണ്ട് അഖ്ലാനിയത്തിന് രീതി മാറ്റി വെച്ചുകൊണ്ട് സലഫിയത്തിന്റെ രീതിയിലൂടെ നുസൂലിനെ, അള്ളാഹുവിന്റെ ഇറക്കത്തെ പഠിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫാത്തിന്റെ വിഷയം മാത്രമല്ല, മലക്കുകൾ യുദ്ധത്തിൽ ഇറങ്ങും. അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്, ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്.
പക്ഷെ അതിനെ അങ്ങനെ മലക്കുകൾ ഇറങ്ങുന്ന ഏർപ്പാടയില്ല എന്ന് പച്ചയായി കളവ് പറയുന്ന, ഖുർആനിന്റെ പേരിൽ പോലും കളവ് പറയുന്ന ഒരു അവസ്ഥ പലപ്പോഴും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ നിലക്ക് ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള വിഷയങ്ങളെ നിഷേധിക്കുന്ന, ഹദീസുകളെ നിഷേധിക്കുന്ന, അത് ഒന്നോ രണ്ടോ കാര്യങ്ങളെല്ലാം എണ്ണാൻ ശ്രമിച്ചാൽ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മുഅ്തസിലിയത്ത് പഠിപ്പിച്ച വാദം, ഖവാരിജിയത്ത് പഠിപ്പിച്ച വാദം, കാരണം അവരുടേതായ ബുദ്ധി കൊണ്ട്, അവരുടേതായ ചിന്തകൾ കൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത പല വിഷയങ്ങളെയും അവർ നിഷേധിച്ചു തള്ളിക്കളയുകയുണ്ടായി. അതിലേക്ക് നിങ്ങളും എത്തിച്ചേർന്നു. ഖബർ ശിക്ഷയും നിങ്ങൾ നിഷേധിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതി. അതേപോലെ തന്നെ സുറാത്തിനെ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നിഷേധ സംസാരങ്ങളും പ്രഭാഷണങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പലരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ നിലക്ക് ഹദീസ് നിഷേധ സ്വഭാവം നിങ്ങൾ കണ്ടുവരുന്നു. ഹദീസ് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ ജിന്ന്, സിഹിർ, റുഖ്യ, ശറയ മാത്രമല്ല, വേണമെങ്കിൽ നമുക്ക് അടിച്ചടക്കും ചെയ്യാം. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചക്ക് മാറ്റി വെക്കും. ഇവിടെ അതല്ല വിഷയം. ഹദീസിൽ വന്ന പരാമർശങ്ങളെ മുൻഗാമികളായ സലഫുകൾ എങ്ങനെ സ്വീകരിച്ചു? സ്വഹാബികൾ ഹദീസ് എടുത്ത് മുന്നിൽ വെച്ചിട്ട്, പ്രവാചകന്റെ വാക്കെടുത്ത് മുന്നിൽ വെച്ചിട്ട്, ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഇത് ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, ഇത് മനുഷ്യബുദ്ധിക്ക് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്ന ഏർപ്പാട് സ്വഹാബികൾക്കുണ്ടായിരുന്നില്ല. ആ സ്വഹാബികൾ അന്ന് മനസ്സിലാക്കിയിട്ടുമില്ല. അവിടെ നിന്ന് നിങ്ങൾ തെറ്റി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതാ ജമിഅത്തുൽ ഉലമയുടെ ഒന്നാമത്തെ തീരുമാനം. അതിലാ ഞങ്ങൾ ശരി, ഞങ്ങൾ തെറ്റുന്നില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഒപ്പിട്ട് ഇറങ്ങിപ്പോന്നു. പിന്നെ നാടാന്തരം കയറി ഇറങ്ങി നിങ്ങളുടെ പ്രഭാഷണങ്ങൾ എന്തായിരുന്നു? ഇത് അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നു. കാരണം എന്താ? ഹദീസിൽ ഉള്ളത് ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. സ്വഹാബത്ത് വിശ്വസിച്ച പോലെ ഞങ്ങൾ വിശ്വസിച്ചു. നിങ്ങളുടെ രീതി അഖിലാനിയത്തിൻ്റെതായതുകൊണ്ട്, നിങ്ങളുടെ രീതിയും മുഅ്തസിലിയത്തിൻ്റെതായതുകൊണ്ട്, നിങ്ങൾ പറയുന്ന പല വാദങ്ങളും ചേകനൂർ മൗലവി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദമായതുകൊണ്ട് നിങ്ങൾക്ക് ഹദീസിൽ വന്ന പരാമർശങ്ങളെ വിശ്വസിക്കാനോ അംഗീകരിക്കാനോ സാധിച്ചില്ല. അതിന്ന് രക്ഷപ്പെടാനാണ് അവിടെ ആ യോഗം കൂടിയില്ലേ, ഇവിടെ ഈ യോഗം കൂടിയില്ലേ, അങ്ങോട്ട് പോകാനൊന്നും സമ്മതിക്കൂല. നിങ്ങൾ ആമുഖം പറഞ്ഞപ്പോൾ ആദർശ വ്യതിയാന വിഷയത്തിന് തുടക്കം സംഘടനാപരമായി സൂചിപ്പിച്ചതുകൊണ്ട് അതിൻ്റെ വസ്തുത ഒന്ന് വിശദീകരിച്ചു സലീം സാഹിബ് എന്ന് മാത്രമേ ഉള്ളൂ. അതുമ്മ കയറി അതൊരു പാലമായി രക്ഷപ്പെടാൻ നിങ്ങൾക്കറിയും. ആ നിലയ്ക്ക് നിങ്ങൾക്ക് സാധിക്കുമെന്നും കരുതണ്ട. ഇവിടെ വ്യക്തമായ ഹദീസ് വിഷയം നിങ്ങൾ നടക്കുന്നുണ്ട്. അത് മൻഹജിൽ നിന്നുള്ള വ്യതിയാനമാണ്. വിശുദ്ധ ഖുർആൻ പച്ചയായി നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഖുർആനിൽ അല്ലാഹു തആല പറയാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് ഖുർആനിന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. അത് സമർത്ഥിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ചോദിക്കുമ്പോൾ ഞങ്ങൾ മറുപടിയും പറയാം. ഇങ്ങനെ ഹദീസിൽ വന്ന വിഷയങ്ങളെ നിഷേധിക്കുക, ഖുർആനിൽ വന്ന പരാമർശങ്ങൾ നിഷേധിക്കുക, ഖുർആനിൽ ഇല്ലാത്തത് ഉണ്ട് എന്ന് പറയുക, അല്ലാഹു തആല ഹറാമാക്കിയതിനെ ഹലാലാക്കുക, ഹലാലായ കാര്യങ്ങളെ ഹറാമാക്കുക തുടങ്ങി സലഫി ലോകത്ത് പരിചയമില്ലാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത, താബിഉകൾക്ക് പരിചയമില്ലാത്ത ആ ഒരു നയം നിങ്ങൾ സ്വീകരിച്ചു നടക്കുന്നു. സഹോദരങ്ങളെ, അങ്ങനെ മൂന്നാം ഘട്ടമായപ്പോഴേക്ക് നമ്മുടെ ഫതുലുൽ ഹക്ക് രംഗത്ത് വന്നു. സന്തോഷമുണ്ട്. കാരണം അദ്ദേഹം എപ്പോഴും ഹക്കിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്. ഈ പുസ്തകത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ കളവ് പറഞ്ഞത്. ജിന്നി, സിഹിർ, ജ്യോത്സ്യം, ഇസ്ലാമിക വീക്ഷണം. ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് ഇത് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഫതുലുല്ലാ അൻവാരി ഇതിൻ്റെ തുടക്കത്തിൽ ആ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഫതുലുല്ലാ അൻവാരി വിവർത്തനം ചെയ്ത് അൻവാർ പബ്ലിക്കേഷൻ ഇറക്കിയിരിക്കുന്ന ഈ പുസ്തകം MI മുഹമ്മദ് അലി സുല്ലമി ഇറക്കിയതാണ്. അത് ഫതുലുള്ളയുടെ പേരിൽ വെച്ചതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. പേര് ഇവിടെ പറഞ്ഞില്ല. ഒരു പുസ്തകം മറ്റൊരാളുടെ പേരിൽ ഇറക്കി അങ്ങനെ കള്ളത്തരം കാണിക്കുന്നു, കോട്ടിമാട്ടൽ കാണിക്കുന്നു. ഇന്നുവരെ അത് തെളിയിക്കാൻ ഈ വിഭാഗത്തിന് ഒരിക്കലും സാധിച്ചില്ല. അന്ന് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ചക്കള്ളം ഹക്കിൻ്റെ കൂടെ നിൽക്കുന്ന മകൻ ഹക്കിന് പറയേണ്ടി വരുന്നു എന്നതാണ്. പിന്നെ ടെസ്റ്റ് ട്യൂബ് ശിശു ആരാന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയില്ലേ? ഞങ്ങൾക്ക് കൃത്യമായി വാപ്പാനെ ചൂണ്ടിക്കാണിക്കാനുണ്ട്. കേരള നദ്വത്തുൽ മുജാഹിദീൻ അതിൻ്റെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകന്മാരാണ് ഞങ്ങൾക്കത് കൃത്യമായിട്ടുണ്ട്. ഇനി അതിങ്ങനെ തുടർന്ന് പോരുമ്പോൾ 2002 പിളർപ്പുണ്ടായപ്പോഴും AV അബ്ദുറഹ്മാൻ ഹാജി പ്രസിഡന്റും ഹുസൈൻ മടവൂർ ജനറൽ സെക്രട്ടറിയുമായി അവിടെ നിങ്ങൾ തുടർന്ന് വീണ്ടും പോരാ. നിങ്ങൾ ആരാ പ്രസിഡന്റ്, നിങ്ങൾ ആരാ സെക്രട്ടറി, ആരാ, നിങ്ങൾ ഏത് വാപ്പാനെ കൊണ്ടുവരാ? ഞങ്ങൾ അവിടെ ചോദിച്ചാണ് ഇവിടുന്ന് നിങ്ങൾക്ക് നിങ്ങളെ വാപ്പാൻ്റെ അഡ്രസ്സ് തരാൻ പറ്റുമോ? കഴിഞ്ഞ വ്യവസ്ഥയിൽ ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു. ഞങ്ങൾ വാശി പിടിച്ചു പറഞ്ഞല്ലോ. ആ വാശി പിടിച്ചത് നിങ്ങൾ ടെസ്റ്റ് ട്യൂബ് ശിശു ആണോ അതല്ല ശരിക്കും വാപ്പിയും മക്കളുടെ ശിശു എന്നാണെന്ന് അറിയാൻ തന്നെയാണ്. ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഇത് അവനാനെതിരാവുന്നില്ലെങ്കിൽ ആലോചിക്കേണ്ട സുഹൃത്തുക്കളെ, എന്താണ് ഇങ്ങനെയൊക്കെ ആയാൽ? പിന്നെ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും മൻഹജ് എന്ന് പോയതാണ്. ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥ മൻഹജിനെ ഞങ്ങൾ കൈവടിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഗൾഫ് സലഫിസത്തെ ഞങ്ങൾ കൈയൊടിയും. അത് സ്വീകരിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. മാത്രമല്ല, നിങ്ങൾ യഥാർത്ഥ മൻഹജ് അനുസരിച്ച്
തറാവീഹിന്റെയും കുനൂത്തിന്റെയും ഒക്കെ വിധി ഒന്ന് പറ. തറാവിയും കുനൂത്തും ഒക്കെ ആ മനഹജനുസരിച്ച് പറ. എന്താ അതിനെക്കുറിച്ച്? അത് അങ്ങനെ കഴിഞ്ഞു തന്നെ, അങ്ങനെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്ന എന്തിനാ? കുറേ കാലം ഞങ്ങളെ പിന്നാലെ നടന്നതല്ലേ. ഞങ്ങൾ ചോദിച്ചു, മുജാഹിദുകൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ തറാവീഹ് 23 നമസ്കരിക്കുന്ന കാണിച്ചു തരാൻ പറ്റുമോ? ആവർത്തിച്ച് ചോദിക്കേണ്ടി വന്നു കുറേ കാലങ്ങളോളം. ഇപ്പോൾ നിങ്ങൾ തറാവിയും കുനൂത്തൊക്കെ പറയാം, അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്. റമദാൻ മാസത്ത് കഴിഞ്ഞു പോയി എന്നല്ല, പണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തേ ഇങ്ങനെ പോകേണ്ടി വന്നത്? എന്തുകൊണ്ടാ? അപ്പറയുന്ന തറാവീഹ് കുനൂത്ത് തുടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ അത് നിങ്ങളെ മൻഹജിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പറ. ഞങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചു നമ്മൾ പറഞ്ഞുതരാം. പിന്നെ ഇവർ പറയുന്ന ഈ സിഹിർ, അതുപോലെ കണ്ണേറ്, ജിന്ന്, ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതിന് അവസരമുണ്ട്, തിരക്കൂട്ടണ്ട. വേണമെങ്കിൽ ഒരു സാമ്പിൾ മാത്രം തരാം. നിങ്ങൾ 2001 അവതരിപ്പിച്ചിരിക്കുന്ന പ്രബന്ധത്തിൽ നിങ്ങൾ എഴുതിയതാണെന്ത്? മറ്റു കാര്യങ്ങളിലേക്ക് വ്യാപിക്കാത്ത മസ്അലയിൽ ഒതുങ്ങുന്ന പിഴവ് മാത്രമാണ് സിഹിർ ഫലിക്കില്ലെന്ന് പറയുന്നവർക്ക് സംഭവിച്ചിട്ടുള്ളത്. അവർക്ക് മൻഹജിൽ വ്യതിയാനം സംഭവിച്ചിട്ടില്ല. അതിനാൽ മസ്അലയിൽ ഒതുങ്ങുന്ന ഇത്തരം പിഴവുകളുടെ പേരിൽ ആരും ആർക്കെതിരിലും വ്യതിയാനം ആരോപിക്കുന്നില്ല, ആരോപിക്കേണ്ടതുമില്ല. നിങ്ങൾ എഴുതി തന്നിരിക്കുന്ന പ്രബന്ധത്തിൽ സിഹിറിനെ കുറിച്ച് അത് നിങ്ങൾ പറഞ്ഞ ഇപ്പോഴോ ആ സിഹിർ അംഗീകരിക്കാത്തവന് ഹദീസ് നിഷേധി, മൻഹജ് വിരോധി, എന്തെല്ലാം പരാമർശങ്ങളാ. എന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് നേരെ ആക്ഷേപിച്ച് വരുന്ന വലിയൊരു വിഷയമാണെന്ത്? സിഫാത്തുകളെ വ്യാഖ്യാനിക്കുന്നു, അല്ലെങ്കിൽ തംസീർ ചെയ്യുന്നു, തശ്ബീഹ് ചെയ്യുന്നു എന്നൊക്കെ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ കൂടെയുള്ള സഹോദരൻ എഴുതിയില്ല വിഷയം. അള്ളാഹു ആകാശഭൂമികളെ എങ്ങനെ എഴുതിയത്? അള്ളാഹുവിന് 2 കരങ്ങളുണ്ട്, രണ്ടും വലതാണ്. അള്ളാഹു പറയുന്നു, ആകാശങ്ങൾ അവന്റെ വലതു കൈകൊണ്ട് ചുരുട്ടിപ്പിടിച്ചവയാണ്, കുട്ടികൾ പന്തെറിയുന്നത് പോലെ അവന്റെ വലതു കൈകൊണ്ട് അവൻ എറിയും. കുട്ടികൾ പന്തെറിയുന്നത് പോലെ എന്ന തംസീൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നൽകിയത്? എന്നൊരു പ്രമാണം എന്താ? ഓനിയ. ഇങ്ങനെ ഒരു പരാമർശം ഞങ്ങൾ ആരെങ്കിലുമാണ് എവിടെയെങ്കിലും എടുത്തു ധരിച്ചെങ്കിലോ പിന്നെ അവിടെ നിക്കക്കള്ളി ഉണ്ടാവോ? പിന്നാലെ നടക്കൂലേ? തംസീൽ നടത്തി ലാ തദ്രിബു ലില്ലാഹി അംസാല, നിങ്ങൾക്ക് ബാധകല്ലേ? ഞങ്ങൾക്കെതിരെ സിഫാത്തിന്റെ വിഷയത്തിൽ വ്യതിയാനവും അതുപോലെ ശിർക്കും ഒക്കെ ആരോപിക്കുന്ന നിങ്ങൾ കടുത്ത ശിർക്കിലേക്കല്ലേ കടന്നു പോയിട്ടുള്ളത്? ഇവിടെ ഇരിക്കുന്നു, എന്നിട്ട് മിണ്ടുന്നില്ല. ഇവിടെ ഇരുന്നിട്ട് മിണ്ടുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇത് ശിർക്കാണെങ്കിൽ ആ ശിർക്കിന്റെ കടികട്ടിയുമായിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഖുർആനെതിരിൽ ഹദീസ് ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു, അതുപോലെ ബുദ്ധിക്കെതിരിൽ ഹദീസ് ഉണ്ടെന്ന് പറയുന്നു. അതൊക്കെ തള്ളിക്കളയണം. അങ്ങനെ തന്നെ പറയേണ്ടതുണ്ടോ? ഞങ്ങൾ പറഞ്ഞ വിഷയത്തിലുള്ളൂ. നിങ്ങൾ തന്നെ കൂടിച്ചേർന്ന് എഴുതിയിരിക്കുന്ന മുസ്ലിമിന്റെ പരിഭാഷയുടെ ആമുഖത്തിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നിദാന ശാസ്ത്രമുണ്ട്. ആ നിദാന ശാസ്ത്രത്തിനനുസരിച്ച് അതിന് വിധേയമായി ഹദീസുകളെ പഠന വിധേയമാക്കുമ്പോൾ ചിലത് തള്ളേണ്ടി വരും, ചിലത് സ്വീകരിക്കൽ ബാധ്യതയാകും എന്നല്ലാതെ മുസ്ലിം ലോകം അംഗീകരിച്ചിരിക്കുന്ന ഹദീസ് നിദാന ശാസ്ത്രങ്ങൾക്ക് വിധേയമായിട്ടല്ലാതെ ഒരു ഹദീസിനെയും ഇവിടെ ആരും നിരൂപണം നടത്തിയിട്ടില്ല. അതിന്റെ വിശദമായ കാര്യങ്ങൾ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അടുത്ത ആഴ്ച വരെ ഒന്ന് കാത്തിരിക്കുക, നന്നായി കിട്ടും. സാധനങ്ങൾ നല്ലോണം കൊട്ടക്കടക്കൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ആലോചിക്കാതെ ഈ നിലക്കാണ്. പിന്നെന്താ? നുസൂല്, അതുപോലെ മലക്കുകളുടെ ഇറക്കം, സിറാത്ത്, ആ തരാം, എല്ലാ വിഷയങ്ങളും തരാം. ആ വിഷയത്തിലൊക്കെ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന മാറോലകൾക്ക് കൃത്യമായി മറുപടി ലഭിക്കും. ഇത്തിരി കാത്തിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ളുഹർ ബാങ്ക് വിളിക്കണ നേരത്ത് വിളിച്ചോളും, 10 മണിക്ക് തന്നെ വിളിക്കാൻ നിൽക്കണ്ട. പിന്നെന്താ? അടുത്ത ഇതിൽ മൂപ്പര് അടിച്ചിറക്കൽ വരെ നടത്തുന്നതാണ്. അതിപ്പോ എവിടെയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് ഓരോരുത്തരുടെ ക്യാമ്പയിൻ ഉദ്ഘാടനമൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഇസ്ലാം സമാധാനത്തിന് സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ പോലീസ് കാവലിൽ ഇസ്ലാം സമാധാനപരമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ മറ്റേ ടീം. ആ സംഘർഷത്തിന്റെ പിന്നിൽ ആരാ, ഇപ്പുറത്തുള്ള ആരാ, ഞാൻ പറയേണ്ടതില്ലല്ലോ. അങ്ങനെ പല അടിയും ഇടിയും അടിച്ചിറക്കലൊക്കെ. പിന്നെ ഇവിടെ കേരള ശബ്ദം പോലെയുള്ള പത്രങ്ങൾ എഴുതി ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചതാ. മുജാഹിദ് ജിന്ന് യുവതി പീഡിപ്പിക്കപ്പെട്ടു, നിങ്ങൾ അടിച്ചിറക്കണം, അടിച്ചിറക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു, ഇവിടെ ഇറക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. ഇത് ആ നിലക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കണം. സൂചിപ്പിച്ചത് പിന്നെ എന്തെല്ലാം തരത്തിലുള്ള സംഗതികളാ. അടി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പോയിട്ട് കേരള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമായ പുളിക്കലിൽ മുജാഹിദ് തറവാട്ടിലാണ് നിങ്ങൾ അടി നടത്താൻ ശ്രമിച്ചത് അല്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അതുപോലെ പലതുകൊണ്ടും പൈപ്പ് കൊണ്ടടി, എന്തുകൊണ്ടൊക്കെ കിട്ടുന്ന സംഗതിയൊക്കെ അടികൾ, ഇതൊക്കെ എന്താ? റുഖയ്യ ശറയ്യയുടെ ഭാഗമാണ്. ആ നിലക്കാണ് ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പുതിയ ഇറക്കുമതികളെ മൻഹജിന്റെ പേര് പറഞ്ഞുകൊണ്ട് രംഗത്ത് കൊണ്ടുവന്നപ്പോ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ആ പുതിയ സലഫി മൻഹജ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അറബി പണ്ഡിതന്മാർ കൊണ്ടുവരുന്ന മുതൽ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല.
യഥാർത്ഥ മൻഹജു സലഫ് ഞങ്ങൾ സ്വീകരിക്കും. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും മനസ്സിലാക്കുവാനും സ്വീകരിച്ചാചരിക്കുവാനും സലഫിന്റെ സച്ചരിതരായ സലഫിന്റെ മാർഗം അതിൽ നിന്ന് ഒരു കടുകട വ്യതിചലിക്കാതെ മുന്നോട്ട് പോകും. അതിൽ ഒരു മാറ്റവും ഞങ്ങൾക്ക് സംഭവിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. പക്ഷേ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ഏടാകൂടങ്ങൾ അത് സ്വീകരിക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനം തയ്യാറാവുകയില്ല. അത് യഥാർത്ഥ മക്കൾ തന്നെയാണ്. ഒറ്റ കാര്യം കൂടി പറയട്ടെ. കഴിഞ്ഞ സംസാരത്തിൽ ഞാൻ ഹമീദ് കൊച്ചിയുടെ ഒരു കത്തോടെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. ഈ കത്ത് KP-ക്കെതിരുള്ള ഗൂഢാലോചന എന്നല്ല, മറിച്ച് ഹുസൈൻ മടവൂരിനെതിരിൽ AP അബ്ദുൽ ഖാദർ മൗലവിക്ക് അനുകൂലമായി ചില ആളുകൾ ഗൂഢാലോചന നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 97 ഹമീദ് കൊച്ചി കത്ത് നൽകിയിട്ടുള്ളത്. ഞാനവിടെ KP-ക്കെതിരെ എന്ന് വായിച്ചത് അബദ്ധമാണ്. മറിച്ച് ഹുസൈൻ മടവൂരിനെതിരിലാണ്, AP-ക്ക് അനുകൂലമായിട്ടാണ്. അതാണ് കത്തിലുള്ളത്. ഏതായിരുന്നാലും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ അടിസ്ഥാനപരമായി 2002 പിളർപ്പിന് കാരണമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആദർശ വ്യതിയാനങ്ങളുടെ ഉദാഹരണങ്ങൾ, അതിൻ്റെ കള്ളത്തരങ്ങൾ ഞാൻ തുടക്കം മുതൽ പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനോട് കൃത്യമായി കണിശമായി പ്രതികരിക്കുവാനും അതിന് കൃത്യമായ മറുപടി പറയുവാനും, എന്നിട്ട് ഞങ്ങൾ സത്യത്തിൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു. അബ്ദുറഹ്മാൻ സലഫിയുടെ കൂടെ, അതുപോലെ പിന്നെ സുബൈർ മംഗളയുടെ കൂടെ, സക്കരിയ സുലാഹിയുടെ കൂടെ ഞങ്ങളും സത്യത്തിൻ്റെ ഹക്കിൻ്റെ പക്ഷത്തു തന്നെയായിരുന്നു എന്ന് സമർത്ഥിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ ഈ വിഷയത്തോട് നീതി പുലർത്തി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. മറിച്ചുള്ളത് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി അല്ലറ ചില്ലറ വർത്തമാനം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. എങ്ങനെയെങ്കിലും തന്നെ കഴിഞ്ഞു പോയാൽ പോരാ. കൃത്യത വേണം, കണിശത വേണം, വിഷയാധിഷ്ഠിതമായി സംസാരിക്കുവാൻ സാധിക്കണം. അതിൽ നിന്ന് യാതൊരു മാറ്റവും ഉണ്ടാവരുത് എന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്. അസ്സലാമു അലൈക്കും റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏതായാലും നമ്മുടെ ലത്തീഫ് മൗലവി വിഷയത്തിലേക്ക് വരാൻ ഇപ്പോഴും മടി കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിടയിൽ അടിയുണ്ട് എന്നതാണ് ഇപ്പോൾ മൂപ്പര് ഇവിടെ വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ഇയാൾ ഈ പുസ്തകം അംഗീകരിക്കുമോ? തബറുക്ക് അർത്ഥവും യാഥാർത്ഥ്യവും എന്ന യുവത പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് ബർക്കത്തുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിന് ബർക്കത്തുണ്ട് എന്ന് സ്ഥാപിച്ചിട്ടുള്ള ഈ പുസ്തകം അംഗീകരിക്കാൻ മൊയ്തീൻ സലമിക്ക് റെഡി ഉണ്ടോ? അടി അവിടെ നടക്കണം, ഒപ്പിരുന്നിട്ട് അടിക്കണത്, മനസ്സിലായില്ലേ? അങ്ങോട്ട് ഇങ്ങോട്ട് വല്ലാതെ അടിന്റെ കാര്യം പറയണ്ട. ഇത് തീർന്നിട്ടില്ല. ഇതെന്താ നിങ്ങൾക്ക് സാധനം? അൽഫനാർ. ആരാ അടിക്കണത്? ഇത് മൊയ്തീൻ സലമി ലത്തീഫ് മൗലവി അല്ല, അബ്ദുസ്സലാം സുല്ലമിയും അബ്ദുൽ ഹമീദ് മദീനിയും അടിക്കുന്നു. ഇതാ അടിക്കണ കോലം ഞാൻ കാണിച്ചു തരാം. അടിക്ക മാത്രല്ല, ഹമീദ് മദീനി നുണയനാണ്. ഹമീദ് മദീനി നുണമറിഞ്ഞിരിക്കുന്നു. ആരാ പറഞ്ഞത്? ഞാൻ കേട്ടോ. എഴുതിയത് ശരിയാണെങ്കിൽ ഗ്രന്ഥകാരൻ എഴുതിയത് കളവാണെന്ന് ഉറപ്പായി. നിഷേധിക്കോ? തീർന്നിട്ടില്ല. നിങ്ങൾ അടി ഞാൻ ഇൻഷാ അല്ലാഹ് വർത്തമാനത്തിന്റെ ഓഫീസിൽ അടിയൊക്കെ കരിമ്പിലാക്കല്ല അറിയാലോ. ഞങ്ങളെ കൂടെ നിന്ന് പറയിപ്പിക്കേണ്ട പത്രക്കട്ടി നിങ്ങളുടെ കയ്യിലുണ്ട്. അതൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ച് പറഞ്ഞാൽ മതി. തീർന്നിട്ടില്ല. ഉണ്ടെന്ന് പറയുന്നത് നുണയാണ്. അപ്പൊ ഒരു ലേഖനത്തിൽ 2 പ്രാവശ്യം ഹമീദ് മദീനിയെ നുണയനാക്കി. ആര്? അബ്ദുസ്സലാം സുല്ലമി. പിന്നെ ചേകനൂർ മൗലവി അത് CP സലീമുക്കുള്ള കാലത്തിന്റെ എഴുതാണെന്നാ. ഞാൻ ചോദിക്കട്ടെ, ഈ ചേകനൂർ മൗലവിയെ മുസ്ലിം നവോത്ഥാന നായകനാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ പുസ്തകത്തിന്റെ ഈ ലേഖനം അതിൽ മുസ്ലിം നവോത്ഥാനവുമായി ബന്ധപ്പെട്ടല്ല ചേകനൂർ മൗലവിയെ പരിചയപ്പെടുന്ന പറയാൻ ലത്തീഫ് മൗലവിക്ക് ധൈര്യമുണ്ടോ? ഞാൻ വായിച്ചു തരാം. കേരള മുസ്ലിം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഈ ലഘു ആമുഖം. അപ്പൊ കേരള മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെ മനസ്സിലാക്കിയിട്ടുള്ളത്? അത് ശരി. എന്താ ലത്തീഫ് മൗലവി എന്തെങ്കിലും പൊട്ടത്തരം പറയുമ്പോ അതൊക്കെ സൂക്ഷിച്ച് പറയണ്ടേ? നിങ്ങൾക്ക് ചേകനൂർ മൗലവി നവോത്ഥാന നായകനാകും. കാരണം നിങ്ങളെ ലാത്തു ഹരിക്ക് കേക്ക് ഈ ലാത്തു ഇതെന്താ സാധനം എന്നറിയോ? ഇത് ചേകനൂരികളുടെ മാസികയാണ്. നിങ്ങൾ പറഞ്ഞ ലാത്തു ഹരിക്ക് ഇതാ അതേപടി ചേകനൂരികൾ പറത്തിയിട്ടുണ്ട്. അപ്പൊ നവോത്ഥാന നായകൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. പിന്നെ ഇവിടെ ഞങ്ങളുടെ ആദർശം, ഞങ്ങളുടെ വിഷയം തൊട്ടിട്ടില്ല. ഞങ്ങളിവിടെ വിഷയാവതരത്തിൽ വായിച്ചു, മുസ്ലിം മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുള്ള 2 ചിന്താധാരകൾ തൊട്ടോ. മൂലവിങ്ങൾ എന്താണ് രസം മിണ്ടാത്തത്? 2 ചിന്താധാര എന്താ? 2 ചിന്താധാരകൾ എന്ന് പറഞ്ഞാൽ 2 വഴിയെന്നർത്ഥം. മലയാളം തിരിയില്ലേ? അത് കൃത്യമായി ഇവിടെ ഇതിനെപ്പറ്റി കാമാൻ വേണ്ടിയിട്ടില്ല. ഇങ്ങോട്ട് ഇവിടെ വലിയ
അവിടെ സംഘടനാ വിഷയങ്ങൾ ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഈ വിഷയം എഴുതുമ്പോൾ സംഘടനാ വിഷയങ്ങൾ വിളമ്പിയിട്ടാണ് പോകാം, ഞങ്ങൾ വിടൂല. മനസ്സിലായോ? രണ്ട് ചിന്താധാരകൾ, പ്രസ്ഥാനത്തിനകത്തുള്ള രണ്ട് ചിന്താധാരകൾ തമ്മിലാണ് ഇതുവരെ ആശയ സംഘടന നടന്നു വന്നത്. ചിന്താധാര എന്ന് പറഞ്ഞ ആശയമാണോ? പറയണം നിങ്ങൾ. തീർന്നിട്ടില്ല. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട വിഷയം അത് ആദർശപരമാണെന്ന് ഇവിടെ ഏറ്റവും അടുത്തിറങ്ങിയ ശബാബ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? എഴുതുമ്പോൾ നിങ്ങൾക്ക് തൊള്ളി തോന്നി എഴുതി വിടുക, സംവാദത്തിലെത്തുമ്പോൾ ഞങ്ങൾ സലഫി മനഹജ് അംഗീകരിക്കണ്ടേ? ഔ വലിയ കോളായി. അൽഹംദുലില്ലാ, നിങ്ങളുടെ നാവ് കൊണ്ട് അത് പറയിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതന്നെയാണ് ഈ സംവാദത്തിന്റെ ഏറ്റവും വലിയ വിജയം. മനസ്സിലായിക്കോളി. ഇനി തീർന്നിട്ടില്ല. ഇവിടെ പറഞ്ഞല്ലോ ആദർശ വിഷയമല്ല, കേവലം ആരോപണമാണെന്ന്. എന്നാൽ ഞാൻ വായിക്കുന്ന ശബാബിൽ നിന്നാണ്. ഇടയ്ക്ക് ശബാബെങ്കിൽ വർത്തമാനം മാത്രം നോക്കിയാൽ പോരാ, ശബാബൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. എഡിറ്റോറിയലാണ്. എഡിറ്റോറിയലാണ്. എന്താ എഡിറ്റോറിയൽ ഉള്ളത്? പ്രസ്ഥാനം പിളർന്നത് ആശയപരമായ കാഴ്ചപ്പാടിലെ വ്യതിയാനമായിരുന്നു. പ്രസ്ഥാനം പിളർന്നത് ആശയപരമായ കാഴ്ചപ്പാടിലെ വ്യതിയാനമായിരുന്നു. കഴിഞ്ഞില്ല. നിങ്ങളുടെ വാദം പൊളിഞ്ഞ് പാളീസായില്ലേ? നിങ്ങളുടെ വാദം പൊളിഞ്ഞ് പാളീസായില്ലേ? തീർന്നിട്ടില്ല കേട്ടോ. ആഗോള സലഫിസത്തിന്റെ കാഴ്ചപ്പാടും ബഹുസ്വര സമൂഹത്തിലെ നവോത്ഥാന ശൈലിയും രണ്ടു ചിന്താധാരകളായി മാറി. അതാ പറഞ്ഞത്. അപ്പൊ രണ്ട് കൃത്യമായിട്ടുള്ള വിഷയങ്ങൾ ആദർശപരം തന്നെയാണ്. പിന്നെ എന്നെയാണ് ഉദ്ദേശിച്ചത് എനിക്കറിയാം. ഞാൻ കരിമ്പിലാക്കൽ മൗലവിയെ വെല്ലുവിളിക്കുന്നു. ആ വിഷയം അഥവാ കുട്ടികൾ കൈകൊണ്ടെറിയുന്നത് പോലെ എന്ന് ഹദീസിൽ വന്നിട്ടില്ല എന്ന് പറയാൻ ലത്തീഫ് മൗലവിക്ക് ധൈര്യണ്ടാ? ഹദീസിൽ അങ്ങനെ ഒരു വാചകം വന്നിട്ടില്ല എന്ന് പറയാൻ ലത്തീഫ് മൗലവിക്ക് ധൈര്യമുണ്ടോ? അപ്പോ സംഗതി മാത്രമല്ല, പിളർത്തിയത് ആരാ? പിളർത്തിയത് പുസ്തകം ഇറക്കുമ്പോൾ നിങ്ങൾ നോക്കണം. പുസ്തകം ഇറക്കുമ്പോൾ ഇപ്പൊ നോക്കാണ്. അത് നോക്കി വന്നിട്ടില്ല. പറയുമ്പോ നോക്കണം ലത്തീഫ് മൗലവി. എന്തെങ്കിലും കുട്ടികൾ കൈകൊണ്ട് ചാടി വീണതാ മൂപ്പര്. അതൊക്കെ പറയുമ്പോ നോക്കണം. പഠിച്ചിട്ടാ സംഭവത്തിന് വരണ്ട്. അത് ഖുർആൻ നിങ്ങൾ നിഷേധിക്കാൻ നടക്കല്ലേ? നിങ്ങൾ ഖുർആനെയും ഹദീസിനെയും നിഷേധിക്കാൻ നടക്കല്ലേ? നിഷേധിക്കാതെ മനഹജ് അനുസരിച്ച് പഠിക്ക്. മാത്രവുമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തെ പിളർത്തിയത് ആരാ? ഇതിന്റെ 29ാമത്തെ പേജ് വായിച്ചോ. ഇതൊക്കെ വായിച്ച് പഠിച്ചിട്ട് ഇവിടെ വന്നാൽ മതി. കണ്ടോ, KNM കൗൺസിലർമാരെ വിളിച്ചു വരുത്തി ISM നടപടിയെടുത്തപ്പോ KNM കൗൺസിലർമാരെ വിളിച്ചു വരുത്തി. എത്തിമൂലി ശ്രദ്ധിക്കണം. ഈ നടപടി അപലപിക്കുകയും അത് ചെയ്ത നേതൃത്വത്തെ മാറ്റി മുൻ കമ്മിറ്റിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. AV അബ്ദുറഹ്മാൻ ഹാജി പ്രസിഡന്റും ഡോക്ടർ ഹുസൈൻ മടവൂർ ജനറൽ സെക്രട്ടറിയുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ പുനഃക്രമീകരണം AP അബ്ദുൽ ഖാദർ മൗലവി സംഘം അംഗീകരിച്ചില്ല. സംഘടന സാങ്കേതികമായി പിളരുകയായിരുന്നു. ആരാ പിളർത്തിയത്? നിങ്ങൾ പറയണം ഇവിടെ. അപ്പൊ സംഘടന പിളർത്തുകയും പുതിയ ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കുകയും അഡ്ഹോക്ക് MSM അഡ്ഹോക്ക് എല്ലാം ഉണ്ടാക്കുകയും ചെയ്തിട്ട് ഇപ്പൊ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നൊന്നും ഇവിടെ ഒന്നും പറയണ്ട. നിങ്ങൾക്ക് ഇവിടെ ഫതുലക്കും സൂചിപ്പിച്ചല്ലോ, സിറാത്തും ഇപ്പൊ തൊടാൻ മടി ഉണ്ടാവുങ്ങക്കെ. ആ ഇരിക്കുന്ന ആള് സിറാത്ത് അംഗീകരിക്കണ്ടോ എന്ന് സ്വകാര്യമായിട്ടും ചോദിച്ചു നോക്കി. മനസ്സിലായില്ലേ? ആ ഇരിക്കുന്ന ആള് സിറാത്ത് അംഗീകരിക്കണ്ടോ എന്ന് നിങ്ങള് സിംബാത്തിൽ വരുമ്പോ ഇതൊക്കെ നോക്കണ്ടേ? ആരെങ്കിലും പിടിച്ചു കൊണ്ടുവരാ? ഇനി കേട്ടോളി, ഇത് സിറാത്ത് വിഷയമായി ബന്ധപ്പെട്ടതാണ് ലത്തീഫ് മൗലവി. നിങ്ങൾ എന്താ ഈ പറയുന്നത്? സിറാത്ത് വിഷയമായി ബന്ധപ്പെട്ടതാ. എന്താ ഒന്നാമത്തെ തീരുമാനം? ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാതിരിക്കുന്നതിനും സച്ചരിതായ സലഫിന്റെ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത്. അപ്പൊ സിറാത്ത് ഹദീസല്ലേ? വർത്തമാനത്ത് വന്നൊന്നുമല്ലല്ലോ. സിറാത്ത് ഹദീസാണ് മൗലവി. അപ്പൊ സിറാത്തും മീസാനും നുസൂലും ഒക്കെ നിങ്ങൾ പച്ചയായി നിഷേധിച്ചിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങൾ കോട്ടിമാട്ടിയിട്ടുണ്ട്. നിങ്ങൾ തെളിയിക്കും. അള്ളാഹുവിന്റെ ഖുർആന്റെ പേര് നിങ്ങൾ പച്ചക്കള്ള പറഞ്ഞിട്ടുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ മണി ഇട്ടുണ്ട് വരും കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് എല്ലും കഷ്ണം കിട്ടിയോന്ന് ഞങ്ങൾ പറയും. ഞങ്ങൾക്കൊരു വാല് കിട്ടാൻ സുപ്രീം കോടതി പോകണ്ട. ഞങ്ങൾക്കൊരു മുൻസിഫ് കോഡിൽ ഒരു കേസ് കൊടുത്തപ്പോഴേക്കും സംസ്ഥാന സമിതി അയോഗ്യതരാക്കി. ഇതാ ഞങ്ങളെ പവർ. മനസ്സിലായോ?
ഇങ്ങക്ക് ഒരു മർക്കസുദ്ദേവന് കൂടിയിരിക്കുന്ന ആളുകൾക്ക് മർക്കസുദ്ദേവന്റെ അഡ്രസ്സ് കിട്ടാൻ സുപ്രീം കോടതി വരെ പോകേണ്ട ഗതികേട്. ഓ എന്താ. അപ്പൊ നോക്കുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ ഇനി മാത്രമല്ല, ഇവിടെ ആദർശ വ്യതിയാനം വന്നിട്ടില്ലെങ്കിൽ എന്തിനാ സഹോദരങ്ങളെ? കണ്ടോ, ഇത് ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം. എത്ര സ്ഥലത്ത് ഇതാ ആശയങ്ങൾ തെറ്റാണെന്ന് ലേഖകൻ തെറ്റുതിരുത്താൻ ബന്ധപ്പെട്ട് തിരുത്തുകൾ. ഇതാ കണ്ടോ, എത്ര തിരുത്താതെ വന്നു. ഇങ്ങോട്ട് മൂപ്പർക്ക് ഇപ്പൊ ഇത് മനസ്സിലായിട്ടില്ല. ഇനി കേട്ടോ, ആ മേൽ പറഞ്ഞ ആ അഭിപ്രായം തിരുത്തേണ്ടതാണ്. വെറുതെ എന്തിനാ തിരുത്തുന്നത്? ആദർശ വ്യതിയാനം തെറ്റല്ലെങ്കിൽ എത്തിമൂലം എന്താ തിരുത്തു കൊടുക്കേണ്ട ആവശ്യം? എന്നിട്ട് ഓരോ തീരുമാനത്തിലും KP ഒപ്പ്, KK ഒപ്പ്. കേക്കൊക്കെ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എത്തിമൂലക്ക് ചെവിക്ക് പിടിക്കും. എടാ, ഞാൻ എടുത്ത തീരുമാനത്തിന് ഈ വേള് പറയേ. എന്താ ഇത്? KK ഒരു തീരുമാനത്തിൽ മാത്രമല്ല സഹോദരങ്ങളെ, ഒരു ഭാഗത്ത് ഒരു അക്ഷരം വെട്ടിത്തിരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ വരെ KK ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ നേതാക്കന്മാരെടുത്ത തീരുമാനം. അത് തിരുത്താന്ന് ഇവിടെ സമ്മതിക്കുക. അക്ബർ തിരുത്തു കൊടുക്കാൻ പറയും. ഇങ്ങോട്ടും ആര് തിരുത്തിയാലും, ആശാൻ തിരുത്തിയാലും ഞാൻ തിരുത്തൂല എന്ന് പറയാം. ഇതാണ് മൻഹജ് എന്നുള്ള വ്യതിയാനം. മനസ്സിലായില്ലേ? ഇതാണ് വ്യതിയാനം എന്ന് പറഞ്ഞത്. അല്ല, വ്യതിയാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പീടിയെ പോയി കണ്ട് അരക്കിലും വ്യതിയാനം വാങ്ങാനൊന്നും പറ്റൂല. മനസ്സിലായോ? ഒരു സഹോദരങ്ങളെ, 10 മിനിറ്റ് വീതമുള്ള അതിൻ്റെ അവസരം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. 3 മിനിറ്റ് ചോദ്യവും 5 മിനിറ്റ് അതിന് ഉത്തരവും. അങ്ങനെ 10 ചാൻസ് കിട്ടും. ഒരു ടീമിന് 10 ചാൻസ് കിട്ടുന്ന നിലക്കാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് അത് പോകുന്നത്. അതിൽ ചോദ്യം ഇവിടെ നിന്നും ഇനി കേന്ദ്രമെൻ്റെ ഭാഗത്തു നിന്നും ചോദ്യം ആരംഭിക്കും. അതിന് മറുപടി അവിടെ നിന്നും ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷമുള്ള അതിൻ്റെ അവസാനത്തെ സെഷനിലേക്ക് അത് നറുക്കെടുപ്പിലൂടെ തീരുമാനമാക്കുകയും ചെയ്യും. അപ്പം ഇനി ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി ഈ വിഭാഗത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ അങ്ങനെ അബ്ദുൽ മാലിക്കും രംഗത്ത് വന്നു. ഞാനൊരു നൗഷാദ് ഹസൻ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കിട്ടിയ ആളെ അത് വളരെ കറക്റ്റായിട്ട് കിട്ടി. കാരണം കോട്ടിമാട്ടൽ, ബഹളം വെക്കൽ, അതുവഴി ആളുകളുടെ ശ്രദ്ധ തിരിക്കൽ, വിഷയത്തിൽ നിന്ന് മാറി സംസാരിക്കൽ, അതിനൊക്കെ പറ്റിയ ആ ബിരുദം അവിടെ നിന്ന് കിട്ടുന്നതാണ്. ആ മുതൽ ഏതാണ്ട് ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട്. അതിൻ്റെ ഗതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതും. ഇവിടെ ഇപ്പോൾ ഇയാൾ എഴുതിയിരിക്കുന്ന വിഷയം ഹദീസിൽ ഇല്ലാത്തതെന്ന് പറയാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞെന്താ. അള്ളാഹുവിൻ്റെ സിഫത്തുകൾക്ക് തംസീൽ നൽകൽ ശിർക്കാണോ കുഫ്റാണോ? ഈ വിഷയം പറയണം. ആ വിഷയം പറയേണ്ടത്. നിങ്ങൾ തംസീൽ നൽകിക്കൊണ്ടാണ് എഴുതിയത്. അള്ളാഹുവിൻ്റെ സിഫത്തിന് തംസീൽ നൽകിക്കൊണ്ട് നിങ്ങൾ എഴുതിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അതാ ചോദ്യം, അതാണ് വിഷയം. അത് പറയാതെ അത് ഹദീസിലില്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയില്ല. മാത്രമല്ല, നിങ്ങൾ തന്നെ KNM എന്ന നിങ്ങളുടെ KNM തന്നെ ഇറക്കിയിരിക്കുന്ന പുസ്തകമാണ് തൗഹീദും 2 ഷഹാദത്ത് കലിമകളും. ഇതിൽ പോലും ഇതിനിങ്ങനെയുള്ള ഉപമകൾ കൊടുക്കാൻ പാടില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിന് വിരുദ്ധമായി ഉപമകൾ കൊടുത്ത് ഞങ്ങളെ പഠിപ്പിക്കാനെന്ന വ്യാജേന ഇറക്കി വിട്ടതാണിത്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ വന്ന വിഷയം എന്താ അറിയോ? ഈ ചേകനൂർ മൗലവിയുമായി ബന്ധപ്പെട്ട പുസ്തകത്തിൽ പരാമർശമാണ്. ഇതിലെന്താ ചെയ്തത്? ഇതിന് യഥാർത്ഥ ആമുഖം മറച്ചു വെച്ചു. എന്നിട്ട് ആ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തിന് അടിക്കുറിപ്പായി പറഞ്ഞെന്താ? കേരള മുസ്ലിം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഈ ലഘു ആമുഖം, ചേകനൂരിനെ പറ്റിയുള്ള ആമുഖമല്ല, കേരള മുസ്ലിം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഈ ലഘു ആമുഖം ചേകനൂർ മൗലവിയെ ഒരു പരിഷ്കർത്താവ് എന്ന നിലയിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അനിവാര്യമാണ്. ഇത് ചേകനൂർ മൗലവി മുസ്ലിം നവോത്ഥാനത്തിന് നായകനാണെന്നല്ല, അതല്ല എന്ന് മനസ്സിലാക്കാനാണ് ആ വിഷയം കൊടുത്തത്. അറബിയല്ല, മലയാളം പോലും തീരാത്ത അവസ്ഥയിലേക്കാണ് ഈ ടീം പോകുന്നത്. എങ്ങനെ നിങ്ങൾ ശരിയാവാ? എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയം നഷ്ടപ്പെടുന്നില്ല. എൻ്റെ ചോദ്യം, ഞങ്ങൾക്ക് നേരെ ആദർശ വ്യതിയാനമായി ആരോപിച്ചിരിക്കുന്ന പല വിഷയങ്ങളും നിങ്ങളുടെ തന്നെ ആളുകൾ കൊണ്ടുവന്നതായിട്ട് പോലും അവരിൽ ഒരാൾക്ക് നേരെ പോലും ഒരിക്കലും ഒരാദർശ വ്യതിയാനം നിങ്ങൾ ആരോപിച്ചിട്ടില്ല. ഉദാഹരണം, കുഞ്ഞീദ് മദനി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന പുസ്തകത്തിൽ അള്ളാഹുവിൻ്റെ സിഫത്തുമായി നിങ്ങൾ പറയുന്ന മൻഹജിന് വിരുദ്ധമായി തന്നെ എഴുതിയിട്ട് അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തോ ശേഷമോ ഒരു വ്യതിയാന ആരോപണവും നടത്താതിരുന്നത് എന്തുകൊണ്ട്? അസ്സലാമു അലൈക്കും. ഇവിടെ സഹോദരൻ ആദ്യം അത് വിചാരിച്ചത് ഹദീസിലൊന്നും ഉള്ളതല്ല, ഞാൻ വെറുതെ എഴുതി വിട്ടതാണ്. പിന്നെ ഹദീസാണെന്ന് പറഞ്ഞപ്പോൾ ഒരു തശ്ബീഹ് നമുക്ക് ചാടി.
ഞങ്ങൾ പറയുന്നു ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ തസ്ബീഹിനെ സംബന്ധിച്ച് ഞങ്ങൾ വന്ന വാചകം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അത് വായിക്കാൻ ലത്തീഫ് മൗലവിക്ക് ധൈര്യമുണ്ടോ? ഇബ്നു കസീറിൻ്റെ തഫ്സീറാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ സൂറത്തുൽ അറാഫിൻ്റെ സുമ്മസ്തവ അലൽ അർഷ് എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ ആദർശം. ആ ആദർശത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു കുട്ടി എറിയുന്നത് പോലെ കാ വന്നാലൊക്കെ തസ്ബീഹല്ല മൗലവി, അതെങ്കിലും ഒന്ന് പഠിക്കണ്ടേ? അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിഹി എന്ന് പറഞ്ഞ തസ്ബീഹ, അത് പൂർണ്ണമായ തസ്ബീഹാണോ? അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് ദീൻ പഠിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇനി മാത്രമല്ല, അപ്പം ഹദീസിലുള്ള കാര്യം അത് രണ്ടും വഹയാണെന്ന് അംഗീകരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഹദീസിലുള്ള കാര്യം അത് പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ തസ്ബീഹായി തോന്നിയേക്കാം. മനസ്സിലായില്ലേ? അത് പഠിക്കാത്തതിനുള്ള കുഴപ്പമാണ്, അല്ലാതെ റസൂലുള്ളാഹിന്റെ ഹദീസിൻ്റെ കുഴപ്പമല്ല. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഞാൻ ഇപ്പോഴും ഇവിടെ രണ്ട് ചിന്താധാരകൾ തമ്മിലുള്ള എന്ന് പറഞ്ഞു. എന്തേ തൊട്ടത്? നിങ്ങൾ ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മം അതാണ്. നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മം അതാണ്. രണ്ട് ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സംഘടനം നിങ്ങൾ തൊട്ടിട്ടില്ല. പുതിയ ശബാബ് ഞാൻ വായിച്ചു, തൊട്ടിട്ടില്ല. മിണ്ടാൻ കഴിയില്ല നിങ്ങൾക്ക്. കാരണം നിങ്ങളുടെ വാദം തട്ടിത്തകർന്നു പോയി അവിടെ. അതുകൊണ്ട് ആ വിഷയം നിങ്ങൾ ഇവിടെ തൊടണം. രണ്ടു ചിന്താധാരകൾ എന്ന് പറഞ്ഞത് നിങ്ങളുടെ നേതാക്കന്മാരാണ്. നിങ്ങളുടെ നേതാക്കന്മാർ എഴുതി വിട്ടിട്ടുള്ള ആ വാദം നിങ്ങൾ അംഗീകരിക്കുമോ? നിങ്ങൾക്ക് അത് അംഗീകരിച്ച് നിങ്ങളുടെ വാദം പൊളിയും. പിന്നെ ഇവിടെ ചോദിച്ച ചോദ്യം എന്താ? ഞങ്ങളുടെ പക്ഷത്തുള്ള പല ആളുകളും എഴുതി വിട്ടത്, ഇവിടെ എൻ്റെ ലത്തീഫ് മൗലവി ചോദിച്ചിട്ടുള്ളത്, ഞങ്ങളുടെ ആ ഭാഗത്തുള്ള ആളുകളും പലതും എഴുതിയിട്ടുണ്ടല്ലോ, എന്നാൽ അതൊന്നും ആദർശ വ്യതിയാനമാണ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? അതിൻ്റെ ഒറ്റ വാക്കിൽ മറുപടി, അവരാരും അത് ന്യായീകരിച്ചിട്ടില്ല. മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി മാത്രവുമല്ല, ഈ ജമിയത്തിൻ്റെ തീരുമാനം അദ്ദേഹം വായിക്കാതെ വന്നിട്ടുള്ളത്. അതിൻ്റെ അവസാനത്തിലുണ്ട്, എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ ഖുർആൻ അകാരണമായി നോമ്പുപേക്ഷിക്കൽ കാഫിറാണ് എന്നീ പരാമർശങ്ങൾ അബദ്ധങ്ങളാണ്. ന്യായീകരിക്കുകയാണെങ്കിൽ വ്യതിയാനമായി കണക്കാക്കേണ്ടി വരും. നിങ്ങളിവിടെ ന്യായീകരിച്ചു, ഇപ്പോഴും ന്യായീകരിക്കും നിങ്ങൾ. അതാ ആദർശ വ്യതിയാനം എന്ന് പറഞ്ഞ്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ട് ചിന്താധാരകൾ തമ്മിലുള്ള സംഘട്ടനമാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രസിഡന്റ് ഉണ്ടല്ലോ, പ്രസിഡന്റ് ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി എന്താ പണ്ട് മാധ്യമത്തിൽ എഴുതിയത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭിന്നിപ്പിന് കാരണം ഇരുവിഭാഗത്തിലും പെട്ട നേതാക്കന്മാരുടെ തഖ്വയില്ലായ്മയാണ്. അപ്പൊ ആദർശമല്ല, തഖ്വന്റെ കുറവാണ്. നമ്മൾ പറഞ്ഞ ആദർശമാണ്, മൂപ്പര് പറഞ്ഞു തഖ്വന്റെ കുറവ് കൂടിയുണ്ട്. ഇങ്ങോട്ട് ആ തഖ്വ കുറഞ്ഞ സംഘടനന്റെ ഏറ്റവും തലപ്പത്ത് മൂപ്പര് കയറിയിരിക്കും ചെയ്യാം. ഇനി ചേകനൂർ മൗലവി മുസ്ലിം നവോത്ഥാനം, അങ്ങോട്ട് ചേകനൂരിനെ നവോത്ഥാന നായകനാക്കാനല്ല. ലത്തീഫ് മൗലവി താഴ്ത്തു വായിക്കൂ നിങ്ങൾ. എന്താണ് 1967 വരെ അദ്ദേഹം ഉൽപ്പതിഷ്ണു വിഭാഗങ്ങളുമായി സഹകരിച്ചു വർത്തിച്ചു. ഇനിയുള്ള വാചകങ്ങൾ എൻ്റെ സഹോദരങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അതിനുശേഷമാണ് ഹദീസ് നിഷേധമടക്കമുള്ള ഒറ്റപ്പെട്ട അഭിപ്രായം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇതെന്താ സാധനം എന്നറിയോ? സർവമത സത്യവാദം ഖുർആനിൽ. ആരാ എഴുതിയത്? ഞാനിതൊന്ന് വായിച്ചത്. ഒറ്റപ്പെട്ട അഭിപ്രായ. ഞാൻ എൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറയണ്ട, മറുപടി ശരിക്കും കേട്ട് പഠിച്ചോ. ആര് തെറ്റ് പറഞ്ഞാലും അതിന് അവർ ആരും ന്യായീകരിച്ചിട്ടില്ല. ആരും ന്യായീകരിച്ചാലും അത് ആദർശ വ്യതിയാനമാണ്. നിങ്ങളത് ന്യായീകരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളുടെ ആദർശ വ്യതിയാനമാണ്. ചേകന്നൂർ പറഞ്ഞെന്താ അറിയോ? എൻ്റെ ചോദ്യം, അള്ളാഹുവിൻ്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട് കുഞ്ഞീദ് മദനി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പരാമർശം നിങ്ങൾ പ്രതിപാദിച്ച മൻഹജിന് വിരുദ്ധമായിട്ടും അദ്ദേഹത്തിനെതിരിൽ ഒരിക്കൽ പോലും എന്തുകൊണ്ട് വ്യതിയാനം ആരോപിച്ചില്ല? അതിൻ്റെ മറുപടി വന്നിട്ടില്ല. മറുപടി വരാതെ വേറെന്തുകൊണ്ട് കാര്യമില്ല, അതിന് മറുപടി വരണം. എൻ്റെ ചോദ്യമാണ്. അതോടൊപ്പമുള്ള ചോദ്യം, ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് സമൂഹത്തിൽ ബോധ്യപ്പെടുന്നതുവരെ എം എം അക്ബർ എഴുതിയിരിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം പോലും ഒരു കുറിപ്പും ഇവിടെയും കൊടുത്തിട്ടില്ല. എന്നാൽ
99 ഞങ്ങൾക്ക് നേരെ ആദർശ വ്യതിയാനം ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാവുന്ന ഈ വിഷയം എന്തുകൊണ്ട് അക്ബറിനെതിരെ നിങ്ങൾ ആദർശ വ്യതിയാനമായി ഉന്നയിച്ചില്ല? അതിനുള്ള ഉത്തരം ലഭിക്കണം. 3, തറാവിഹിന്റെ വിഷയത്തിൽ ഹുസൈൻ മടവൂരിനെതിരെ ആദർശ വ്യതിയാനം ആരോപിച്ചിരിക്കുന്ന നിങ്ങൾ ഈ കാലം വരെ അതിനേക്കാൾ അപകടകരമായി പറഞ്ഞിരിക്കുന്ന ഹുസൈൻ സലഫിക്കെതിരെ എന്തുകൊണ്ട് ആദർശ വ്യതിയാനം ആരോപിച്ചില്ല? 4, കുനൂത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾക്കെതിരെ ആദർശ വ്യതിയാനം ആരോപിച്ചിരിക്കുന്ന നിങ്ങൾ ഈ കാലം വരെ അതിനേക്കാൾ അപകടകരമായി എഴുതിയിരിക്കുന്ന ഉമർ മൗലവിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം മരിക്കുവോളം എന്തുകൊണ്ട് നിങ്ങൾ ആദർശ വ്യതിയാനം ആരോപിച്ചില്ല? അദ്ദേഹം ന്യായീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ ആദർശ വ്യതിയാനം ആരോപിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടണം. പിന്നെ അബ്ദുൽ മാലിക്കിന് താൻ ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസിന്റെ മഹത്വം ഇനി കിട്ടേണ്ടത് അത് കൂടെ ഇരിക്കുന്ന ഫദലുൽ ഹക്കിനോട് ചോദിച്ചാൽ മതിയല്ലോ. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു അബ്ദുൽ ഹക്ക് ഉണ്ടല്ലോ, അദ്ദേഹം ആ വിഷയം എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ വായിക്കാം. തംസീൽ എന്നാൽ സാദൃശ്യപ്പെടുത്തുക എന്നാണ് അർത്ഥം. അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളിൽ ആരോടും ഉപമിക്കാൻ പാടില്ല. അത് അവന്റെ ദാത്തിലും അഫ്ആലിലും സിഫാത്തിലും പാടില്ല. തംസീൽ ഞാൻ ഉപയോഗിച്ചത് കുട്ടി പന്തറിയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ തംസീൽ അല്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് പറയണം. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന അബ്ദുൽ ഫലിലിന്റെ പിതാവ് അബ്ദുൽ ഹക്ക് സുല്ലമി എഴുതിയിരിക്കുന്ന പുസ്തകത്തെ ഞാൻ വായിച്ചത്. നിങ്ങൾ നടത്തിയിരിക്കുന്ന ഈ തംസീൽ പാടില്ലാത്തതാകുന്നു, ശിർക്കിലേക്ക് നയിക്കുക. അതിനെ തശ്ബീഹിന്റെ വശത്തിലൂടെ എങ്ങനെ കൊണ്ടുവന്നിട്ട് തലക്കാലം ഒന്ന് കോട്ടിമാട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് കാസ് നൽകിയത് നൗഷാദ് ഹസനി ആയതുകൊണ്ടാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. അവിടെ നിങ്ങൾ വന്നത് അതാണ് നിങ്ങളുടെ പ്രശ്നവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം പരിഹരിച്ചു പോകണം. പിന്നെ EK അഹമ്മദ് കുട്ടി സാഹിബ് എന്ന് പറഞ്ഞു, 2 ഭാഗത്തും തഖ്വയില്ലാത്തത് കൊണ്ടാണ് പ്രശ്നം. അത് അദ്ദേഹം പറയുന്ന കാലത്ത് അദ്ദേഹം നിഷ്പക്ഷനാ, പുറത്തുനിന്ന് മനസ്സിലായി. പക്ഷെ തിരിച്ചു വന്നു പിന്നെ അദ്ദേഹം കാര്യം മനസ്സിലാക്കിയിട്ട്. ലത്തീഫ് മൗലവി ചോദ്യം ചോദിക്കേണ്ട അവസരമാണ്, ചോദ്യം ചോദിക്കണ്ടേ? ഏതായാലും നൗഷാദ് ഹസനിന്റെ അനുയായികൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ലേ? തക്ബീർ ഇപ്പോൾ ഇവിടുന്ന് വരുന്നത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും നൗഷാദ് ഹസനിന്റെ അനുയായികൾ ഇവിടെ നിൽക്കണം. അതുകൊണ്ട് ഞാൻ ലത്തീഫ് മൗലവി നിങ്ങൾക്ക് ഇത്ര ചെവിക്ക് കേൾവി കുറവെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ മറുപടി പറഞ്ഞുകൂടെ? എന്തുകൊണ്ട് ഞങ്ങൾ ആദർശ വ്യതിയാനമായിക്കൊണ്ട് ആരോപിച്ചിട്ടില്ല, അത് ന്യായീകരിച്ചിട്ടില്ല? ആരതിനെ ന്യായീകരിച്ചാലും അത് ആദർശ വ്യതിയാനം തന്നെയാണ്. അത് മൻഹജിനെതിരായ വാദമാണെങ്കിൽ ഇതുപോലെ മറുപടി. അതിന് പിന്നെ ഓരോരുത്തർക്കും ഉമർ മൗലവി, KP, അതുപോലെ തന്നെ ലത്തീഫ് മൗലവി, അതുപോലെ തന്നെ അപ്പുറത്തിരിക്കണ കൊഴിപ്പുറം സുല്ലമി, ഇവർക്ക് ഓരോ നിയമം ഇസ്ലാമിൽ ഓരോ നിയമമില്ല, എല്ലാവർക്കും ഒരേ നിയമമാണ്. ഞാൻ ഒന്നാമത്തെ ചോദ്യത്തിന് വളരെ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാദപ്രതിവാദം നടത്തി കുറച്ചൊക്കെ ശീലമുള്ള ആളാണ് ലത്തീഫ് മൗലവി. എന്താ വെച്ചാൽ മറുപടി ഒട്ടും പ്രതീക്ഷിക്കാത്ത മറുപടി കിട്ടിയാലും മറുപടി കിട്ടിയിട്ടില്ല. മറുപടി കിട്ടിയാൽ പിന്നെ മൂപ്പര വാദം പൊളിഞ്ഞില്ലേ, ചോദ്യം പൊളിഞ്ഞില്ലേ? അവൻ മറുപടി കിട്ടിയിട്ടില്ല, മറുപടി അത് നിങ്ങൾ മനസ്സമാധാനത്തിന് പറഞ്ഞോളി. ഈ CD കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ഞാൻ പറഞ്ഞ മറുപടി തന്നെയാണ് അതിൻ്റെ കൃത്യമായ മറുപടി. മാത്രവുമല്ല ആ വിഷയം KJ ചർച്ച ചെയ്തിട്ടുണ്ട്. അതാ പറഞ്ഞത് ഈ അകാരണമായി നോമ്പ് ഉപേക്ഷിക്കൽ കാഫിറാണ് എന്നത് അത് പരാമർശങ്ങൾ അബദ്ധമാണ്. ന്യായീകരിക്കുകയാണെങ്കിൽ വ്യതിയാനമാകും. അതെന്നല്ലേ മറുപടി എന്ന് പറഞ്ഞ്. അപ്പൊ ആ വിഷയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു താഴ്ത്തു വായിച്ചിട്ടില്ല ലത്തീഫ് മൗലവി. എന്താ പറഞ്ഞറിയോ? അതിനുശേഷമാണ് ഹദീസ് നിഷേധമടക്കമുള്ള ഒറ്റപ്പെട്ട അഭിപ്രായം. ഹദീസ് നിഷേധം അദ്ദേഹത്തിന്റെ ഒറ്റപ്പെട്ട അഭിപ്രായമാണോ? ചേകനൂർ മൗലവി ഒക്കെ ഒരുപാട് അതിന്റെ അടി ചെറിയൊരു ഹദീസ് നിഷേധം. 23-ാമത്തെ പേജ് കേട്ടോ, സർവമത സത്യവാദം. ഇത് കേട്ടോ, കേജുവിന്റെ ഒറ്റപ്പെട്ട അഭിപ്രായം കേട്ടോ, ഇത് കേട്ടോളി. ഇസ്ലാം മാത്രമാണ് സത്യമായ ഏകമതമെന്നും ഇതര സമുദായങ്ങളുടെ മതങ്ങളും മതഗ്രന്ഥങ്ങളുമെല്ലാം ഇസ്ലാം മതത്തോട് അസാധുവായി പോയെന്നുമാണ് മുസ്ലിങ്ങളുടെ പൊതുവെയുള്ള വിശ്വാസമെന്ന് രേഖപ്പെടുത്തേണ്ടി വന്നതിൽ ഖേദമുണ്ട്. എന്നാൽ പ്രസ്തുത വിശ്വാസം തികച്ചും തെറ്റാണ്. എന്ത്? ഇസ്ലാം മാത്രമേ സത്യം എന്ന് പറയാൻ പാടില്ല. തീർന്നിട്ടില്ല. ഇതിന്റെ 29-ാമത്തെ പേജ് ഇത് മുഴുവൻ വായിക്കുകയാണെങ്കിൽ നിങ്ങളെ നവോത്ഥാനക്ക് ശരിക്കും കാണാം. അതിനാൽ ദൈവത്തിങ്കൽ സ്വീകാര്യം ഏകമതം ഇസ്ലാം മാത്രമാണെന്ന് പറഞ്ഞതിൽ സകല പ്രവാചകന്മാരുടെ മതങ്ങൾ പെട്ടിട്ടുണ്ടെന്ന് പഠിക്കാൻ നമുക്ക് നിർബന്ധമാണ്. മുഹമ്മദീയ മതം, ക്രിസ്തീയ മതം, ജൂതമതം, ഹിന്ദുമതം, ബുദ്ധമതം ഇതൊക്കെ ശരിയാണെന്ന് പറഞ്ഞ്. മാത്രമല്ല ഹിന്ദുക്കളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പെട്ട അഭിപ്രായ. ഇനി മാത്രമല്ല
ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ വിരചിതമായ ഹദീസ് പുരാണങ്ങളൊന്നും ഇസ്ലാമിൽ പ്രമാണമല്ല. അതാ മൂപ്പരെ കാര്യമായിട്ടുള്ള വാദം തന്നെ, മനസ്സിലായില്ലേ? അത് ഒറ്റപ്പെട്ട എന്താ ഞാൻ അതാണ് സഹോദരങ്ങളെ, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇത് കിനാലൂരിന് പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്താ നിങ്ങൾക്ക് തെറ്റാന്ന് പറഞ്ഞാൽ അത് പറയുന്നതിന് അതാണ് കിബിർ, അതാണ് അഹങ്കാരം, അതാണ് ആദർശ വ്യതിയാനം, മനസ്സിലായില്ലേ? ഞങ്ങൾ പറഞ്ഞല്ലോ ഇത് സുഹൈർ മൗലവിക്ക് പറ്റിയത് തെറ്റാണ്, കുഞ്ഞീദ് മദനി അത് അബദ്ധമാണ് എഴുതിയതെങ്കിൽ അത് തെറ്റാണ്, ആർക്കും സംശയമില്ല. ആര് അബദ്ധം എഴുതിയാലും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ തന്നെയാണ്. ഈ സദസ്സിൽ നിന്ന് അനാവശ്യമായി ഇടപെടുന്നത് ശരിയല്ല. അത്തരം ആളുകളെ ഇതിൽ നിന്ന് പുറത്താക്കേണ്ടി വരും. വളരെ ശാന്തമായും ക്ഷമയോടും കൂടി കേട്ടിരിക്കാൻ സാധിക്കണം. അത് ഇരുഭാഗത്തിലുള്ള ആളുകളെയും ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം നമ്മളെ ഈ സംവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. വളരെയധികം ക്ഷമയോടുകൂടി കേട്ടിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവണം. അത്തരം നിയന്ത്രിക്കാൻ പറ്റാത്ത ആളുകൾ വളരെയധികം സന്തോഷത്തോടു കൂടി ഇപ്പം തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോണതാണ് നല്ലത്. അപ്പോൾ പിന്നെ കിട്ടേണ്ട മരുന്നാണ് കിട്ടുമ്പോൾ ചില ആളുകൾക്ക് എന്തുണ്ടാവും, ചെറിയ ഇളക്കൊക്കെ ഉണ്ടാവും, സാറല്ല പോട്ടെ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, തെറ്റിന് ആര് ന്യായീകരിച്ചാലും അത് ആദർശ വ്യതിയാനമാണ്. പിന്നെ മൂപ്പർക്ക് എന്താ തംസീൽ എന്ന് തിരിഞ്ഞിട്ടില്ല. കമാ വസഫ ബിഹി നഫ്സഹു എന്ന് പറഞ്ഞാൽ എന്താ, അത് തംസീലാ? കമാ വസഫ ബിഹി നഫ്സഹു എന്ന് പറഞ്ഞാൽ തംസീലല്ല മൗലവി. നിങ്ങൾ അതാ ഞാൻ പറഞ്ഞു, ഇബ്നു കസീർ വായിക്കും. ഇബ്നു കസീർ ഞാൻ വായിച്ചു, നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ അപ്പുറത്ത് മൊയ്തീൻ സുല്ലമി ഉണ്ടല്ലോ, അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടിരിങ്ങൾ അറബി വായിക്കുക, അദ്ദേഹത്തോട് പറയും എന്താ ഇബ്നു കസീർ പറഞ്ഞു, ഇത് നിങ്ങൾ വായിച്ചർത്ഥം പറയും, എന്നിട്ട് എൻ്റെ മേലെ കുതിര കയറിയാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ് ഞാൻ എഴുതിയത്, അത് ഹദീസല്ല നിങ്ങൾ തെളിക്ക്, അത് ഹദീസല്ല എന്ന് പറയും മൗലവി ആദ്യം. എന്നിട്ട് കമാ വസഫ ബിഹി നഫ്സഹു എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് തംസീൽ എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല, ഒന്നും തിരിഞ്ഞിട്ടില്ല. എൻ്റെ ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്കിൽ ഉത്തരം മതിയാവില്ല, കൃത്യമായ ഉത്തരം തന്നെ ലഭിക്കണം. ന്യായീകരിക്കാത്തത് കൊണ്ട് വ്യതിയാനമായിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ആ വിഷയത്തിൽ നേരത്തെ തന്നെ ചോദിച്ചു. 99 മെയ് 13 ജാമിയ സെൽഫയിൽ കൂടിയ യോഗത്തിൽ വെച്ച് ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ നിങ്ങൾ അന്ന് ആദർശ വ്യതിയാനം ആരോപിച്ചത് അവർ അതിനു മുമ്പ് എവിടെയെങ്കിലും ന്യായീകരിച്ചത് കൊണ്ടാണോ? തെളിയിക്കണം. നിങ്ങൾ പറഞ്ഞ ഉത്തരമായി അത് തെളിയിച്ചാൽ മതി. ഞങ്ങൾ നേരത്തെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പല വിഷയങ്ങൾക്കും നേരത്തെ തന്നെ ഓരോരുത്തരും പിന്നെ ന്യായീകരണം നൽകി. അങ്ങനെ ന്യായീകരണം നൽകിയത് കൊണ്ടാണോ 99 നിങ്ങൾ ആരോപിച്ചത്? അതല്ല, 99 മെയ് 13 നിങ്ങൾ പരസ്യമായി ആദർശ വ്യതിയാനം ആരോപിച്ചു തുടങ്ങിയപ്പോ ഞങ്ങൾ അതിനോട് പ്രതികരിക്കുകയാണ് ചെയ്തത്. ഈ മാനദണ്ഡം വെച്ച് അക്ബറിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് ആദർശ വ്യതിയാനം ആരോപിച്ചില്ല? കുഞ്ഞീദ് മദനിക്കെതിരെ എന്തുകൊണ്ട് ആദർശ വ്യതിയാനം ആരോപിച്ചില്ല? ഹുസൈൻ സലഫിക്കെതിരെ എന്തുകൊണ്ട് ആദർശ വ്യതിയാനം ആരോപിച്ചില്ല? മാത്രമല്ല ഉമർ മൗലവി അദ്ദേഹം ന്യായീകരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞെന്താ, തിരുത്താൻ ആവശ്യപ്പെട്ടപ്പോൾ തിരുത്താൻ പറ്റൂല, എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിക്കാനേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉറച്ചിക്കുക ചെയ്തത്. ഏത് കുനൂത്ത് അത് വിദഅത്താണെന്ന് മുറിച്ചു പറയുവാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല എന്ന് എഴുതിയിരിക്കുന്ന ഉമർ മൗലവിയോട് തിരുത്താൻ പറഞ്ഞിട്ട് തിരുത്താൻ പോലും തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ള ഉമർ മൗലവിക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് ആദർശ വ്യതിയാനം ആരോപിച്ചില്ല? ഇത് കൃത്യമായി ഉത്തരം പറയാതെ ഒറ്റ വാക്കുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെ ചേകനൂരിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സംഗതി എന്താ, ഇവിടെ ഒറ്റപ്പെട്ടാന്നൊരു വാദം ഇങ്ങനെ വളച്ചു കൊടുന്നു. ആ ശരിക്കൊന്നും വായിച്ചാൽ മനസ്സിലാവൂലേ? അറബി പിന്നെ പഠിക്കാം, മലയാളം അതും പഠിക്കും. അതിനുശേഷമാണ് ഹദീസ് നിഷേധം അടക്കമുള്ള ഒറ്റപ്പെട്ട അഭിപ്രായം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്താ സംഭവം? ചേകനൂരിന്റെ ചിന്താഗതികൾ ഒറ്റപ്പെട്ടതാണെന്നുള്ളതാണ്. അല്ല, ചേകനൂര് അല്ലറ ചില്ലറ ചില വിഷയങ്ങൾ പറഞ്ഞു എന്നല്ല. ഞങ്ങൾ ചേകനൂരിന്റെ വിഷയങ്ങളെ നിസാരമാക്കി വെച്ചതല്ല. ചേകനൂർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ വാദഗതികൾ മുൻഗാമികൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പരിചയമില്ലാത്തതാണ്, മുൻഗാമികൾ കാണിക്കാത്തതാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം വാദഗതികളാണ്. മുസ്ലിം ലോക ചരിത്രത്തിനെ പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ വാദഗതികൾ ഒറ്റപ്പെട്ടതാണ്. ഞങ്ങളതിനെ ആ നിലക്ക പറഞ്ഞത്. അത് കാണാതെ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ പേരിൽ ഇത് കെട്ടിവെക്കാൻ വ്യാഖ്യാനിച്ച് ഒപ്പിച്ചുണ്ടാക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, അവസ്ഥൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് നല്ലത്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന പ്രബന്ധത്തിൽ വന്നിരിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങളിൽ അത് തിരുത്താൻ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും കാര്യമായ ചോദ്യമൊന്നുമില്ല. ലത്തീഫ് മൗലവി ചോദ്യം ചോദിക്കേണ്ട അവസരമാണ് നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ നിലമറന്ന് സംസാരിക്കുകയാണ്, ചോദ്യം ചോദിക്കാൻ പോലും മറക്കരുത്.
വാദപ്രതിവാദമാണിത്. നാട്ടിൽ മയക്കെട്ടി പെർമിഷൻ എടുത്ത് വയറില്ല, അവിടെ നിങ്ങൾക്ക് എന്തും പറയാം. ഇവിടെ നേരിട്ട് മുഖാമുഖീകരിക്കാണ്. ചോദ്യവും ചോദിക്കാനുള്ള അവസരം അങ്ങക്ക്. നിങ്ങൾ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി നിങ്ങളെ കൂട്ടത്തിൽ ഇരിക്കുന്ന ആളുകൾക്കല്ലാത്ത ദുനിയാവിലുള്ള എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനിയും അതിന് ന്യായീകരിക്കാനുള്ള ഞാൻ പറഞ്ഞു, തെറ്റ് ആര് പറഞ്ഞാലും ഹുസൈൻ സലഫി ആ തെറ്റാണ് ന്യായീകരിച്ചിട്ടുണ്ടോ? ഹുസൈൻ സലഫി ന്യായീകരിച്ചാലും അത് വ്യതിയാനം തന്നെയാണ്, സംശയമൊന്നുമില്ല. ഞങ്ങൾക്ക് ആരായാലും കണക്കാ. ഞങ്ങൾക്ക് മഅസൂമായി ഞങ്ങൾ കാണുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് എൻ്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ഇതുവരെ 3 അവസരം കിട്ടി മൂപ്പർക്ക്. ആകപ്പാട് അയിമിട്ട് കൊടുക്കാന്ന് വിചാരിച്ച് ഒരു ചോദ്യം കിട്ടി, കൃത്യമായി മറുപടി പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം ചോദിച്ചോളി. പിന്നെ ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ പറയണത് എനിക്കറിയില്ല. നിങ്ങളെയും ന്യായീകരിക്കുന്നു, ചേകനൂർ മൗലവിയെ നിങ്ങൾ ന്യായീകരിക്കുന്നു. കാരണം ന്യായീകരിക്കേണ്ടതുണ്ട്. കാരണം ചേകനൂരികൾ നിങ്ങളെ പുകഴ്ത്തി വാനോളം പുകഴ്ത്തിയത് ഞങ്ങളുടെ കയ്യിലുണ്ട്. വായിക്കണോ? ചേകനൂരികൾ നിങ്ങളെ വാനോളം പുകഴ്ത്തിയത് ഞങ്ങൾ മാത്രവുമല്ല, നിങ്ങൾക്ക് ചേകനൂർ മൗലവിയുമായിട്ടുള്ള സാദൃശ്യതയും സാമ്യതകളും എത്രണ്ണം വേണം? റജ്മിനെ നിങ്ങൾ നിഷേധിക്കുന്നു, ചേകനൂരികൾ നിഷേധിക്കുന്നു. നുസൂല നിങ്ങൾ നിഷേധിക്കുന്നു, ചേകനൂരികൾ നിഷേധിക്കുന്നു. ഇൻഷിഖാഖിൽ ഖബർ ചേകനൂരികൾ നിഷേധിക്കുന്നു, നിങ്ങൾ നിഷേധിക്കുന്നു. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പലതിനും നിങ്ങൾ നിഷേധിക്കുന്നു, ചേകനൂരികൾ നിഷേധിക്കുന്നു. അതുപോലെ തന്നെ ഖബർ ശിക്ഷ ചേകനൂരികൾ നിഷേധിക്കുന്നു, നിങ്ങൾ നിഷേധിക്കുന്നു. അതുപോലെ തന്നെ സിഹിറിൻ്റെ ഹദീസ് വഖാലല്ലാഹ്, ഇതാ ഇവിടെ ഇരിക്കുന്ന വൈദ്യ സുല്യമൊക്കെ ഉണ്ടല്ലോ, ഉപരിക്കുന്ന സ്പെഷ്യലിസ്റ്റാ. വഖാലല്ലാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഊറ എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ചേകനൂർ മൗലവി നിഷേധിച്ചിട്ടുണ്ട്, നിങ്ങളും നിഷേധിക്കുന്നു. അജ്വാക്കാരക്ക, ഈശയുടെ ഹദീസ്, അതുപോലെ തന്നെ ജിന്നുബാധ ഒക്കെ. അപ്പം നിങ്ങൾ ന്യായീകരിക്കണമല്ലോ ചേകനൂർ മൗലവിയെ. നിങ്ങൾ ന്യായീകരിക്കാഞ്ഞാൽ പ്രശ്നമുള്ളൂ, മനസ്സിലായില്ലേ? മാത്രവുമല്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, കമാ ബസഫ ബിഹി നഫ്സഹു, മിണ്ടിയിട്ടില്ല. ഇബ്നു കസീർ എന്താക്ക് വായിക്കാൻ മടി? ഇല്ലെങ്കിൽ ഞാൻ തരാം. നിങ്ങൾ കുറച്ച് ഫത്തുഹുൽ ബാരിയും വായിച്ച് കയറ്റി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഫത്തുഹുൽ ബാരിയൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത സംഭവത്തിൽ കൊണ്ടുവരിങ്ങൾ. ഇപ്പൊ തംസീലും സിഫാത്തും കൊണ്ടേ ഇതാ ഇബ്നു കസീർ ഞാൻ കയ്യിൽ തരവാണെങ്കിൽ അപ്പുറത്തിരുന്ന് മൊയ്തീൻ സലമിനെ കൊണ്ട് ഇറാബിട്ടി വായിപ്പിച്ചോളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അല്ലാഹു കമാ വസഫ ബിഹി നഫ്സഹു എന്ന് പറഞ്ഞാൽ അത് തസ്ബീഹല്ല മൗലവി, അത് തസ്ബീഹല്ല. അള്ളയും റസൂലും അള്ളാഹുവിനെ എങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെ വിശദീകരിക്കൽ തസ്ബീഹല്ല. നിങ്ങൾക്ക് തസ്ബീഹ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല, മലയാളം ഞാൻ എഴുതിയത് മനസ്സിലായിട്ടില്ല. റസൂലുള്ളാഹിന്റെ ഹദീസ് ആകെ സംവാദത്തിൽ കിട്ടിയ വലിയൊരു നിധിയായിട്ട് കൊണ്ടുവന്നപ്പോ അപ്പൊ അത് ഹദീസാന്നും ഓർക്കാതെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇവിടെ തനിച്ച ചേകനൂരിസത്തിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ ന്യായീകരണമാണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇനി ആ ചേകനൂരിന്റെ വിഷയത്തിൽ പറ്റിയ അബദ്ധമെങ്കിലും നിങ്ങൾക്ക് തിരുത്തിക്കൂടെ? ബാക്കി ഏതാനും നിങ്ങൾ തിരുത്തണില്ല, അത് നിങ്ങൾ ന്യായീകരിക്കന്നെ. എന്നാൽ ചേകനൂരിന്റെ വിഷയത്തിൽ പറ്റിയ അബദ്ധമെങ്കിലും മൗലവി ഒന്ന് തിരുത്തിക്കൂടത് ഏറ്റവും നല്ല അവസരമല്ലേ? ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നില്ലേ നിങ്ങളുടെ തനിനിറം? നിങ്ങൾ ഈ പച്ച കുഫ്രിയത്ത് എഴുതിവിട്ട ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മഹാനായ ഉമർ മൗലവി ഏറ്റവും വലിയ മൂർഖൻ പാമ്പാണ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ആ ചേകനൂർ മൗലവിയെ നവോത്ഥാന നായകനായി അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് യാതൊരു ലജ്ജയുമില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് അതിനെ വീണ്ടും ന്യായീകരിക്കുകയാണ് നിങ്ങൾ. അത് തെറ്റാണെന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തും. ആ മുജീബ് റഹ്മാൻ കിനാലൂർ എഴുതിയത് അബദ്ധമാണെന്ന് പറയൂ, ഇവിടെ വെച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുക വിമർശനം. അതാ ഞങ്ങൾക്കുള്ളത്. അതല്ലാതെ അതിനെ ന്യായീകരിച്ച് വീണ്ടും നിങ്ങൾ ന്യായീകരിക്കുകയാണ്. ഇത് തന്നെയാണ് വ്യതിയാനം. മാത്രമല്ല, രണ്ട് ചിന്താധാരകൾ തൊട്ടിട്ടില്ല. ഇത് കേൾക്കുന്ന സാധാരണക്കാർ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. രണ്ട് ചിന്താധാരകൾ തമ്മിലുള്ള സംഘട്ടനമാണ്, ആശയ സംഘട്ടനമാണ്. പിളർപ്പിന് കാരണമായി നിങ്ങൾ ശബാബിൽ എഴുതി വെച്ചു. ഇല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറ, അല്ലെങ്കിൽ നിങ്ങളുടെ വാദം തെറ്റാണെന്ന് പറ. രണ്ടും തെറ്റല്ല, രണ്ടും ഞമ്മന്റെ ആൾ തന്നെയാണ്. ഇതിനാണ് ഉരുണ്ടുമറിയൽ എന്ന് മലയാളത്തിൽ പറയാം. മനസ്സിലായില്ലേ? ഇതിനാണ് വ്യതിയാനം എന്ന്. വ്യതിയാനത്തിന്റെ ഡിക്ഷണറിക്ക് ഒന്ന് കൊടുത്ത് പരിശോധിച്ചു. എന്താ വ്യതിയാനം എന്ന് പറഞ്ഞാൽ? വ്യതിയാനം എന്ന് പറഞ്ഞ ഒരു തെറ്റിന് പറ്റിയ അബദ്ധം, അത് അബദ്ധമാണെങ്കിൽ പിന്നീട് ന്യായീകരിച്ചു. നിങ്ങൾ ആരെയാണ് ന്യായീകരിക്കുന്നത്? ഏതെങ്കിലും ഒരു റസൂലുള്ളാഹിനെയല്ല, അള്ളാഹുവിന്റെ പ്രവാചകനെയല്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിനെയല്ല, ഈ പച്ച കുഫറുമായി കൊണ്ടു കിടന്ന ചേകനൂർ മൗലവിയെ